അതിപരിശുദ്ധമായ നാം വാഴ്ത്തപ്പെടട്ടെ. ഈ നല്ല സമയത്ത് ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയും വാഴ്ത്തുകയും ചെയ്യുന്നു. വിവിധ സ്ഥലങ്ങളിൽ രാജ്യങ്ങളുമായിരുന്ന ദൈവത്തിന്റെ വചനം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവായ യേശുക്രിസ്തുവിന്റെ വിലയേറിയ നാമത്തിൽ എന്റെ സ്നേഹവന്ദനം. അല്പസമയത്തെ ദൈവത്തിനെ ചിന്തയ്ക്കായി ഒരു ദൈവത്തിന ഭാഗം വായിക്കുന്നു. സങ്കീർത്തനം 37 അതിന്റെ 9-ാമത്തെ വാക്യം. ദുഷ്പ്രവർത്തിക്കാർ ഛേദിക്കപ്പെടും, യഹോവയെ പ്രത്യാശിക്കുന്നവരോ ഭൂമിയെ കൈവശമാക്കും. വളരെ അനുഗ്രഹിക്കപ്പെട്ട നല്ല തിരുവെഴുത്തിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഇത് ദാവീദിന്റെ ഒരു സങ്കീർത്തനമാണ്. ദൈവത്തിൽ ആശ്രയിക്കുക അഥവാ യഹോവയിൽ പ്രത്യാശ വെക്കുക, അവർ ഭൂമിയെ കൈവശമാക്കും എന്നുള്ള ആ തിരുവെഴുത്ത് ഭാഗം നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും അനുഗ്രഹമായി സന്തോഷകരമായി തീരട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുക. 2 ഭാഗങ്ങളായിട്ടാണ് നാം വായിച്ച ദൈവവചനം എന്ന് പറയുന്നത്. ഒന്ന്, ദുഷ്പ്രവർത്തിക്കാർ ഛേദിക്കപ്പെടും. ഈശ്വരോ, എന്നെ കേൾക്കുന്ന പ്രശ്നിക്കുന്ന നമ്മളൊന്ന് ലോകത്തിലേക്ക് കണ്ണുപിടിച്ചു നോക്കിയാട്ടെ. ദുഷ്പ്രവർത്തിക്കാരുടെ എണ്ണം വർദ്ധിക്കുക, ലേറിയ ദുഷ്ടന്മാരുടെ എണ്ണം വർദ്ധിക്കുക, ദൈവത്തോട് മറുതലിക്കുന്നവരുടെ എണ്ണം വർദ്ധിക്കുക, ദൈവമില്ലെന്ന് വാദിക്കുന്ന മൂഢന്മാർ പെരുകിക്കൊണ്ടിരിക്കുക, ദൈവമില്ല എന്ന് വാദിച്ചുകൊണ്ട് അനേകർ സോഷ്യൽ മീഡിയ വന്നുകൊണ്ടിരിക്കുക, ദൈവത്തിന്റെ ദൈവത്വത്തെ നിരസിക്കുന്നവർ വന്നുകൊണ്ടിരിക്കുക, സാത്താന്റെ ആധിപത്യത്തിൽ നിന്നുകൊണ്ട് പലരും ദൈവനാമത്തെ ദുഷിക്കുന്നവരെ ദുഷ്പ്രവർത്തിക്കാർ അഥവാ ദുഷ്ടന്മാരെന്ന് വേദപുസ്തകം പറയുന്നു. അതുകൊണ്ടാണ് ദുഷ്പ്രവർത്തിക്കാർ ഛേദിക്കപ്പെടും. പ്രൈസലോ. എന്നാൽ 2-ാമത്തെ ഭാഗം, യഹോവയെ പ്രത്യാശിക്കുന്നവരോ ഭൂമിയെ കൈവശമാക്കും. യഹോവയായ ദൈവത്തിൽ അഥവാ കർത്താവായ യേശുക്രിസ്തുവിൽ പ്രത്യാശ വെക്കുന്ന ചുരുക്കം ആളുകളെ ഉള്ളൂ. പ്രൈസലോ. അവരൊരിക്കലും തളർന്നു പോകത്തില്ല, ക്ഷീണിച്ചു പോകത്തില്ല, മടുത്തു പോകത്തില്ല. അവർ നിരാശിതരല്ല. യഹോവയെ ആശ്രയിക്കുന്നവർ അഥവാ പ്രത്യാശ വെക്കുന്നവർ ആ ഭൂമിയെ കൈവശമാക്കുക തന്നെ ചെയ്യും. അവരാണ് ദൈവ മക്കൾ എന്ന് പറയുന്നത്. ലേലുയ. അപ്പം ദുഷ്പ്രവർത്തിക്കാൻ ഛേദിക്കപ്പെടുമെന്ന് വിശുദ്ധ വേദപുസ്തകം നമ്മോട് പറയുമ്പോൾ, സങ്കീർത്തന പുസ്തകം 1-ാം വാക്യത്തിൽ തന്നെ ദാവീദ് പറയുന്നുണ്ട്, ദുഷ്ടന്മാരുടെ ആലോചന പ്രകാരം നടക്കരുത്. പ്രൈസലോ. അപ്പം ദുഷ്ടന്റെ ആലോചന എന്ന് പറയുന്നത് സകലത്തെ നശിപ്പിക്കുക എന്നുള്ളതാണ്. സകല രാജ്യങ്ങളിലും അസ്വസ്ഥത ഉണ്ടാക്കി ക്രമസമാധാനം നഷ്ടപ്പെടുത്തി ജനത്തെ നശിപ്പിക്കുക, രക്തച്ചൊരിച്ചിലുണ്ടാക്കുക എന്നുള്ളതാണ് ദുഷ്ടന്റെ ആലോചന. അതാണ് നമ്മുടെ ലോകത്തിൽ ഇപ്പം നടക്കുന്നത്. പ്രൈസലോ. നിങ്ങൾ വാർത്തകൾ വായിക്കുന്നവരല്ലേ. അപ്പം ദുഷ്ടന്റെ ആലോചന പ്രകാരം നടക്കരുത്, പാപികളുടെ വഴി നിൽക്കരുത്. അല്ലേ? പാപികളുടെ വഴി എന്ന് പറയുന്നത് എന്നും പാതാളമാണ്. അല്ലേ? പാപികളുടെ വഴി ചെന്ന് എവിടെ അവസാനിക്കുന്നത്? പാതാളത്തിൽ ചെന്ന് അവസാനിക്കും. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രശ്നോദയ, നിങ്ങൾ പാപികളുടെ വഴിയിൽ നിന്ന് പാതാളത്തിൽ അവസാനിക്കരുത്. അല്ലേ? 3-ാമത്തെ കാര്യം എന്ന് പറയുന്നത്, പരിഹാസികളുടെ ഇരിപ്പിടത്തിൽ ഇരിക്കരുത്. പരിഹാസികളുടെ ഇരിപ്പിടം എന്ന് പറയുന്നത് ദുഷ്ടന്റെ സിംഹാസനമാണ്. അല്ലേ? ദുഷ്ടൻ എന്ന് പറഞ്ഞാൽ എപ്പോഴും പരിഹാസത്തിന്റെ പര്യായമാണ്. അവനെപ്പോഴും പരിഹസിച്ചുകൊണ്ടിരിക്കും. അതുകൊണ്ടാണ് വെളിപ്പാട് പുസ്തകം നമ്മൾ 12-ലൊക്കെ വായിക്കുമ്പോൾ കാണുന്നുണ്ട്, നമ്മുടെ സഹോദരന്മാരെ ദൈവത്തിന് രാപ്പകൽ കുറ്റം ചുമത്തുന്ന അപവാദിയെ തള്ളിക്കളഞ്ഞുവെന്ന് വായിക്കുന്നുണ്ട്. അപ്പം ദൈവജനത്തെ, ദൈവമക്കളെ ദൈവത്തിന്റെ രാപ്പകൽ കുറ്റം ചുമത്തുന്ന അപവാദിയെ പണ്ട് തന്നെ ദൈവം തള്ളിക്കളഞ്ഞതാണ്. അല്ലേരിയ. പിന്നെ അവൻ ഈ ഭൂമിയിലെ കൂടാടി നടക്കുന്നത് കണ്ട് നിങ്ങൾ ഭയപ്പെട്ടു പോകരുത്. ഫ്രൈസലോ. നിങ്ങൾ ദൈവത്തിന്റെ മക്കളാണെന്ന് ഉറപ്പുകൊണ്ട് ആ ഉറപ്പിനകത്ത് നിന്നുകൊണ്ട് യഹോവയെ പ്രത്യാശിക്കുകയാണെങ്കിൽ നിങ്ങൾ ഭൂമിയെ കൈവശമാക്കും. പ്രൈസലോ. അപ്പൊ നിങ്ങൾ ദുഷ്ടന്റെയും പാപിയുടെയും പരിഹാസികളെ അനുഭവത്തിലൂടെ ജീവിക്കുവാനല്ല ദൈവം നിങ്ങൾക്ക് ഭൂമിയിൽ ജന്മം തന്നത്. ദൈവത്തിൽ പ്രത്യാശ വെച്ചുകൊണ്ട്, യേശുക്രിസ്തുവിൽ പ്രത്യാശ വെച്ചുകൊണ്ട് സമാധാനപരമായ ഒരു ജീവിതം നയിക്കുവാൻ വേണ്ടിയാണ് ദൈവം നമുക്ക് അവസരം തന്നിരിക്കുന്നത്. ഹല്ലേലൂയ. അപ്പം ഈ ദുഷ്പ്രവർത്തിക്കാൻ ഛേദിക്കപ്പെടുമെന്ന് പറയുമ്പോൾ തന്നെ ഓർത്തോണം, ദൈവമില്ലെന്ന് പറഞ്ഞു വാദിച്ച് സംവാദങ്ങളിൽ ഏർപ്പെടുന്ന അനവധി ആളുകൾ വസിക്കുന്ന ഈ ഭൂമിയില് നോക്കിയ ദൈവത്തിന്റെ ന്യായവിധിയുടെ കരം പലപ്പോഴും വെളിപ്പെടും. അപ്പോൾ അവർ പറയും ദൈവമില്ലെന്ന് പറയും. ദൈവമില്ലാഞ്ഞിട്ടല്ല സഹോദരൻ, നിങ്ങളുടെ ജീവിതത്തിന്റെ
പരാജയങ്ങൾ കൊണ്ട്, നിങ്ങളുടെ ജീവിതത്തിലെ തെറ്റായ പ്രവണതകൾ കൊണ്ടാണ് നിങ്ങൾക്ക് ദൈവമില്ലെന്ന് തോന്നുന്നത്. അല്ലേ? നിങ്ങൾ ചെയ്യുന്ന ഓരോ ദുഷ്പ്രവൃത്തിക്കും, നിങ്ങൾ ചെയ്യുന്ന ഓരോ ദുഷ്ടതയ്ക്കും തക്ക പ്രതിഫലം ഇവിടെ വെളിപ്പെടും. അപ്പോൾ ദൈവമില്ല എന്ന് പറഞ്ഞ് നിങ്ങൾ ജനത്തിന്റെ മനസ്സിനെ വശീകരിക്കുക എന്ന് പറയുന്നത് അത് സാത്താന്റെ ഉപദേശമാണ്. സാത്താൻ ഒരിക്കലും ദൈവം ഉണ്ടെന്ന് വിശ്വസിക്കത്തില്ലല്ലോ. എന്നാൽ യാക്കോബിന്റെ ലേഖനം വായിക്കുമ്പോൾ നമ്മൾ കാണുന്നുണ്ട്, ആമേൻ, ദൈവം ഉണ്ടെന്ന് സാത്താൻ പോലും വിശ്വസിക്കുകയും വിറയ്ക്കുകയും ചെയ്യുന്നെന്നാ. എന്നാൽ മനുഷ്യർക്ക് ഭയമില്ല. സാത്താൻ പോലും ദൈവം ഉണ്ടെന്നും ദൈവത്തെ ഭയപ്പെടുകയും ചെയ്യുന്നു, അവൻ വിറയ്ക്കുകയും ചെയ്യുന്നു. എന്നെ കേൾക്കുന്ന ശ്രോതാ, ഇനിയെങ്കിലും നിങ്ങൾ ദുഷ്പ്രവൃത്തി വിട്ടിട്ട് മാനസാന്തരപ്പെട്ട് മടങ്ങി വന്ന് ഒരു വിശുദ്ധ ജീവിതം നയിക്കണമെന്ന് കർത്താവ് നിങ്ങളെക്കുറിച്ച് ആഗ്രഹിക്കുക. അല്ലേ? ഈ ലോകത്തിൽ ആരും ദുഷ്പ്രവർത്തിക്കാനായി ജീവിക്കാൻ വേണ്ടി ദൈവം ആരും സൃഷ്ടിച്ചിട്ടില്ല. മുമ്പ് ജനിച്ച് മരിച്ചു പോയവരും ഇപ്പോൾ ജീവിക്കുന്നവരും ഇപ്പോൾ ജനിച്ചുകൊണ്ടിരിക്കുന്നവരും അവരെല്ലാം ദൈവത്തിന്റെ മക്കളായി മാറണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നത്. ഒരു ദുഷ്പ്രവർത്തിക്കാർക്കും ദൈവം ജന്മം കൊടുത്തിട്ടില്ല. പിന്നെ ദുഷ്പ്രവർത്തിക്കാൻ എങ്ങനെയാ ഉണ്ടാകുന്നത്? അത് സാത്താന്റെ ആലോചനയ്ക്കനുസരിച്ച് പോയി മനുഷ്യൻ സ്വയം ദൈവങ്ങളാകുവാനും സ്വയം വാദിച്ച് മനുഷ്യൻ നല്ലവനെന്ന് ചമയുവാൻ തുടങ്ങുമ്പോൾ മനുഷ്യന്റെ ഉള്ളിൽ ദുഷ്പ്രവർത്തികൾ കടന്നു വരും, ദുഷ്ടചിന്തകൾ കടന്നു വരും. അങ്ങനെ ലോകം മുഴുവൻ മലിനപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. സ്തോത്രം. ആ മാലിന്യ കൂമ്പാരങ്ങളുടെ നടുവിലാണ് ദൈവം തന്റെ സഭയെ പണിയുന്നത് കേട്ടോ. അനവധി കള്ളപ്രവാചകന്മാരും കള്ള ഉപദേഷ്ടാക്കന്മാരും കള്ള ആലോചനകളും കള്ള ഉപദേശങ്ങളും സാത്താനി ആരാധകരും ലോകമെമ്പാടും വളർന്ന് പന്തലിക്കുമ്പോൾ അതിന്റെ നടുവിൽ അല്ലേലൂയ സ്തോത്രം യഹോവയെ പ്രത്യാശിക്കുന്ന ഒരു കൂട്ടം ജനത്തെ ദൈവം എഴുന്നേൽപ്പിച്ചുകൊണ്ടിരിക്കുക. അവരാണ് ഭൂമിയെ കൈവശമാക്കുന്നത്, അവരാണ് ദൈവരാജ്യം അവകാശമാക്കുന്നത്. പ്രൈസ്. ഒരു ദുഷ്പ്രവർത്തിക്കാർക്കും ദൈവരാജ്യത്തിൽ ചെല്ലുവാൻ കഴിയില്ല കേട്ടോ. രക്തം ചെയ്യും. അപ്പൊ നിങ്ങൾ ഭൂമിയെ അവകാശമാക്കുവാനായി വിളിക്കപ്പെട്ടവരാ. ഹല്ലേലൂയ. എന്ന് പറഞ്ഞാൽ ഈ ഭൂമിയുള്ള ജാതി മത വർഗ വർണ്ണ വ്യത്യാസമില്ലാതെ കുടില് തൊട്ട് കൊട്ടാരത്തിൽ വരെ പാർക്കുന്ന വലിയവരും ചെറിയവരും, അവിടെ വ്യത്യാസമില്ല, ദൈവത്തിന് മുഖപക്ഷമില്ല. സകലരും ഹല്ലേലൂയ ഭൂമിയെ കൈവശമാക്കുവാൻ വിളിക്കപ്പെട്ടവരാ. വേദപുസ്തകം അത് തന്നെയാ പറയുന്നത്. പ്രൈസ് ദി ലോർഡ്. അത്യുന്നതനായവന്റെ വിശുദ്ധന്മാർ രാജ്യത്വം പ്രാപിച്ചെന്തേക്കും സദാകാലത്തേക്കും ഹല്ലേലൂയ സദാകാലത്തേക്കും രാജ്യത്വം അനുഭവിക്കുമെന്ന ദാനിയേലുള്ള ബന്ധത്തിൽ ദാനിയേൽ പ്രവാചകന്റെ പുസ്തകം 7-ാം അധ്യായം 19-ാമത്തെ വാക്യത്തിൽ വായിക്കുന്നുണ്ട്. അല്ലേ? എന്ന് പറഞ്ഞാൽ ആരാണ്? അല്ലേ? അത്യുന്നതനായവന്റെ വിശുദ്ധന്മാർ, ദൈവത്തിന്റെ വിശുദ്ധന്മാർ, യഹോവയെ അനുസരിക്കുന്ന, യഹോവയെ പ്രത്യാശിക്കുന്ന, കർത്താവായ യേശുക്രിസ്തുവിന്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട ദൈവമക്കൾ, അല്ലെങ്കിൽ അവരാണ് വിശുദ്ധന്മാർ. അവർ രാജ്യത്വം പ്രാപിച്ചെന്ത് ചെയ്യും? എന്നതേക്കും സദാകാലത്തേക്കും രാജ്യത്വം അനുഭവിക്കും. ബാബേലിൽ കിടക്കുന്ന അല്ലെങ്കിൽ ബാബിലോണിൽ പ്രവാസത്തിലായിരിക്കുന്ന ദാനിയേലിന്റെ കൂടെയുള്ള ശദ്രക്ക് മേശക്ക് അബീദിനും അടക്കമുള്ള ഇസ്രായേൽ ജനം, അല്ലേരിയ, അവരെയാണ് അത്യുന്നതനായവന്റെ വിശുദ്ധന്മാരെന്ന് പറയുന്നത്. കാരണം അവർക്ക് ബാബിലോണിയ സംസ്കാരവുമായിട്ട് ബാബിലോണിന്റെ ജീവിതമായിട്ട് ബന്ധങ്ങളൊന്നുമില്ല. പ്രത്യേകിച്ച് ദാനിയേലിനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ ബാബേലിലാണെങ്കിലും ദാനിയേൽ എന്ന് പറയുന്ന മനുഷ്യൻ വിശുദ്ധനായിരുന്നു. അല്ലേരിയ. അതുകൊണ്ട് ദാനിയേലിന് ദൈവം ചില ദർശനങ്ങളും വെളിപ്പാടുകളും സ്വപ്നവ്യാഖ്യാനങ്ങളും ഒക്കെ കൊടുത്തത് കൊണ്ട് രാജാവ് കണ്ട സ്വപ്നത്തെയൊക്കെ വ്യാഖ്യാനിച്ചു കൊടുക്കുവാൻ ദാനിയേലിന് ദൈവം കൃപ നൽകി. ആ ദാനിയേലിനെ കുറിച്ച് പഠിക്കുമ്പോഴാണ് നമ്മൾ വായിച്ച വചനത്തിന്റെ പ്രാധാന്യം. അത്യുന്നതനായവന്റെ വിശുദ്ധന്മാർ രാജ്യത്വം പ്രാപിച്ച് എന്തേക്കും സദാകാലത്തേക്കും രാജ്യത്വം അനുഭവിക്കും. ഹല്ലേലൂയ. ഇവിടെ ദൈവവചനം വായിക്കുമ്പോൾ എന്നെ കേൾക്കുന്ന പ്രശ്നം ദുഷ്ടന്മാരുടെ നാശത്തെ കുറിച്ചാണ്. സങ്കീർത്തന പുസ്തകം 37-ാം അധ്യായം 9 തൊട്ട് 15 വരെ വാക്യങ്ങൾ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ദുഷ്ടന്മാരുടെ നാശം. ഹല്ലേലൂയ. അപ്പൊ ഇവിടെ വായിക്കുന്നു, ഹല്ലേലൂയ സ്തോത്രം, സൗമ്യതയുള്ളവരാണ് ഭൂമിയെ യഥാർത്ഥമായി അവകാശമാക്കുന്ന അവകാശികൾ. സൗമ്യതയുള്ളവർക്ക് മാത്രമേ ഭൂമിയെ കൈവശമാക്കാൻ കഴിയുള്ളൂ. ഹല്ലേലൂയ. സമാധാനമില്ലാത്ത ലോകത്തിൽ ദൈവത്തിന്റെ സമാധാനം കൊണ്ട് അവരുടെ ഹൃദയം നിറയും. ഹല്ലേലൂയ. ഈ സമാധാനമില്ലാത്ത ലോകത്തില് ദൈവത്തിന്റെ വിശുദ്ധന്മാർക്ക്, ദൈവമക്കളുടെ ഉള്ളിൽ സമാധാനം കൊണ്ട് നിറയും.
നിങ്ങൾ ശ്രദ്ധിക്കണം, ഈ ലോകം മുഴുവൻ പ്രതിസന്ധികൾ വന്നപ്പോൾ, മഹാവ്യാധികൾ വന്നപ്പോൾ, ദുരന്തങ്ങൾ, പേമാരികൾ, കൊടുങ്കാറ്റ്, മലയിടിച്ചിൽ, ഉൾപ്പൊട്ടലുകൾ, പ്രളയങ്ങൾ, വ്യാധികളൊക്കെ വന്നപ്പോൾ ദൈവമക്കൾ എന്ത് ചെയ്തു? സമാധാനമുള്ളവരായിരുന്നു. ഹല്ലേലൂയ. ദുഷ്ടന്മാരുടെയൊക്കെ നദംപതനം കണ്ടുകൊണ്ടിരുന്ന് ആമൻ ഈ ദുഷ്ടന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ ദൈവം തന്റെ വിശുദ്ധന്മാരെ സമാധാനം കൊണ്ട് നിറച്ചു. ഇന്നും അതന്നെ ചെയ്യുന്നത് കേട്ടോ. സമാധാനമുള്ളവർക്കേ പ്രാർത്ഥിക്കാൻ കഴിയത്തുള്ളൂ. അപ്പം സമാധാനമില്ലാത്ത ലോകത്തെ ദൈവത്തിന്റെ സമാധാനം കൊണ്ട് അവരുടെ ഹൃദയം നിറയും. നീതിമാനെ കടിച്ചു തിന്നാൻ കിട്ടാത്തത് മൂലം അവന്റെ നേരെ ദുഷ്ടൻ പല്ല് കടിക്കുന്നു. ഹല്ലേലൂയ. നീതിമാന്മാരെ കടിച്ചു തിന്നാൻ അവസരമില്ലാത്ത, കടിച്ചു തിന്നാൻ കിട്ടാത്തത് കൊണ്ട് എന്ത് ചെയ്യും? ദുഷ്ടൻ പല്ല് കടിച്ച് ഉരുകിപ്പോവുകയാണ്. ഹല്ലേലൂയ. പല്ല് കടിക്കുന്നു. നരകത്തിൽ ചെല്ലുമ്പോൾ ദുഷ്ടന്റെ പല്ലുകടി തുടരുക തന്നെ ചെയ്യുമെന്ന് ഹല്ലേലൂയ മത്തായിയുടെ സുവിശേഷം 24-ാം അധ്യായം അതിന്റെ 51-ാം വാക്യം വായിക്കുന്നു. ഈ ദുഷ്ടന്മാർ ഇവിടെ നീതിമാനെ കടിച്ചു കീറാൻ കിട്ടാത്തവരുടെ പല്ല് കടിച്ച് അവരുടെ നേരെ ആകാശത്തോടെ എഴുന്നേക്കും. ദൈവത്തിന്റെ ന്യായവിധി നാളില് അല്ലെങ്കിൽ ഇവർക്ക് കിട്ടുന്ന ഓഹരി എന്ന് പറയുന്നത് നരകത്തിലാണ്. അല്ലെങ്കിൽ അവിടെ കരച്ചിലും പല്ലുകടിയും ഉണ്ടാകുമെന്നാ മത്തായിയുടെ സുവിശേഷത്തിൽ യേശു പറഞ്ഞത്. എന്നെ കേൾക്കുന്ന മാതാവേ, പിതാവേ, പാപികളുടെ വഴിയിലൂടെ പാതാളത്തിൽ ചെന്ന ദുഷ്പ്രവർത്തിക്കാരോടൊപ്പം ചെയ്ത് നടന്ന ദുഷ്ടത പ്രവർത്തിച്ച് സമാധാനമില്ലാതെ ജീവിച്ച് നീ നരകത്തിലേക്ക് പോയി അവിടെ ചെന്ന് നീ പല്ലുകടിയും കരച്ചിലുമായിട്ട് മാറാതെ ഈ ഭൂമി വെച്ച് തന്നെ നീ സൗമ്യതയുള്ളവളായി ആമീൻ ദൈവരാജ്യത്തെ കൈവശമാക്കിക്കൊണ്ട് ദൈവരാജ്യത്തിന്റെ അനുഭവത്തിൽ നിന്നുകൊണ്ട് ഈ ഭൂമി നീ സമാധാന ജീവിതം നയിക്കണം, രക്തം ചെയ്യണം. സമാധാനമില്ലാത്തവരുടെയും പറയട്ടെ, നിങ്ങളുടെ സമാധാനക്കുറവ് എവിടുന്ന് വന്നു? എങ്ങനെയാണ് നിങ്ങൾക്ക് സമാധാനമില്ലാതെ പോയത്? ഹല്ലേലൂയ. അപ്പൊ നിങ്ങൾക്ക് സമാധാനം വേണമെങ്കിൽ യഹോവയുടെ ന്യായപ്രമാണത്തിൽ സന്തോഷിക്കണം. പ്രൈസ് ദി ലോർഡ്. യഹോവയുടെ ന്യായപ്രമാണത്തിൽ സന്തോഷിച്ച് രാപ്പകൽ ധ്യാനിക്കുന്നവൻ ഭാഗ്യവാനെന്നാണ് സങ്കീർത്തനം 1:2 പറയുന്നത്. ഹല്ലേലൂയ. അപ്പൊ ഈ ദുഷ്പ്രവർത്തിക്കാരോടൊപ്പം നീ ചേർന്ന് നിൽക്കാതെ ദുഷ്ടന്മാരോടൊപ്പം ചേർന്ന് പാപികളുടെ വഴിയിലും പരിഹാസത്തിൽ ഇരിപ്പിടത്തിൽ നിന്ന് നീ സമാധാനമില്ലാതെ പോകാതെ, ഹല്ലേലൂയ, സമാധാനം നഷ്ടപ്പെട്ടവളായി മാറാതെ യഹോവയുടെ ന്യായപ്രമാണത്തെ സന്തോഷിച്ച് രാപ്പകൽ വായിച്ച് ധ്യാനിക്കുന്നവൻ ഭാഗ്യവാൻ. അവൻ ആറ്റിരികത്ത് നട്ടിരിക്കുന്നതും തക്കകാലത്ത് ഫലം കടക്കി ഇലപാടാത്തതുമായി വൃക്ഷം പോലെ ഇരിക്കും. അവൻ ചെയ്യുന്നതൊക്കെ സാധിക്കുമെന്നാണ്. എന്നെ കേൾക്കുന്ന മാതാവേ, പിതാവേ, നീ ഒരിക്കലും ദുഷ്പ്രവർത്തിക്കാരുടെ ചിന്തയ്ക്ക് പോകരുത്. അവളോടൊപ്പം നീ കൂട്ടുകൂടരുത്. ഹല്ലേലൂയ. ദൈവത്തോട് നീ കൂട്ടുചേരണം. ദൈവത്തോട് ചേർന്ന് നടക്കുവാൻ നീ നിന്നെ തന്നെ ഒന്ന് സമർപ്പിച്ചു കൊടുക്കുമ്പോൾ, ദൈവത്തിന്റെ ആത്മാവിന് വിധേയപ്പെട്ട് ദൈവത്തിന്റെ വചനത്തെ വായിച്ച് ധ്യാനിച്ച് ദൈവത്തോട് ചേർന്നിരിക്കുമ്പോൾ, അവനോട് പറ്റിയിരിക്കുമ്പോൾ നിന്റെ ഹൃദയത്തിൽ ദൈവം സമാധാനം തരും. അങ്ങനെ സമാധാനം നിന്റെ ഹൃദയത്തിൽ നിറയുമ്പോൾ യഹോവയെ പ്രത്യാശിക്കുന്ന ഭൂമിയെ കൈവശമാക്കുന്ന നിന്റെ ജീവിതം തകർന്നു പോകുകയില്ല. നിന്റെ ജീവിതം ഉയരങ്ങളിലേക്ക് ശക്തിപ്പെട്ടുകൊണ്ടിരിക്കും, രക്തം ചെയ്യും. നിങ്ങൾ ജീവിതത്തിൽ ഒരിക്കലും തളർന്നു പോകരുതെന്ന് ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളെ ഓർമ്മിപ്പിക്കുക. ഹല്ലേലൂയ. നമുക്ക് ദൈവവചനമാണ് ഏറ്റവും പ്രാധാന്യം കേട്ടോ. ഹല്ലേലൂയ. ഞാൻ മുമ്പ് ആവർത്തിച്ചല്ലോ, ഈ ലോകത്തിൽ നിങ്ങൾ ഒന്ന് കണ്ണോടിച്ച് നോക്കിയാട്ടെ, നിങ്ങൾ താമസിക്കുന്ന ഗ്രാമത്തിനകത്ത്, നിങ്ങളുടെ ചുറ്റുമുള്ള കുടുംബങ്ങളിൽ, ഹല്ലേലൂയ, നിങ്ങൾ സഹകരിച്ചു പോകുന്ന മേഖല, ജോലി ചെയ്യുന്ന പ്രസ്ഥാനം, ഹല്ലേലൂയ, നിങ്ങളായിരിക്കുന്ന പ്രസ്ഥാനങ്ങൾക്കകത്ത്, അത് മതമായിരുന്നാലും രാഷ്ട്രീയമായിരുന്നാലും സംഘടനകളായിരുന്നാലും ജോലി മേഖലയിലായിരുന്നാലും, നിങ്ങളൊക്കെ ശ്രദ്ധിച്ചിട്ടുണ്ടോ? വെറുതെ മനുഷ്യൻ പല്ല് കെട്ടിക്കുന്നത് കാണാൻ കഴിയും. പ്രൈസ് ദി ലോർഡ്. ഞാൻ ഒരുപാട് ആളുകളെ വെറുതെ പല്ല് കടിക്കുന്നവരെ കാണാറുണ്ട്. ചുമ്മാ ദൈവം വല്ല ആഹാരങ്ങളും ചവച്ച് അരച്ച് രുചിയോടെ കഴിക്കാൻ കൊടുത്തിരിക്കുന്ന വായിലെ പല്ല് മറ്റു മനുഷ്യരെ കാണുമ്പോൾ കടിച്ച് വലിയ ശബ്ദം കേൾപ്പിച്ച് എന്തോ സുഖം പ്രാപിക്കുന്ന ഒരുപാട് ദുഷ്പ്രവർത്തിക്കാര്. അവരെ ദുഷ്പ്രവർത്തിക്കാരെന്നാണ് വിളിക്കുന്നത്, ദുഷ്ടന്മാരെന്നൊക്കെ വിളിക്കും. പ്രൈസ് ദി ലോർഡ്. അപ്പൊ നിന്റെ സഹോദരന് നേരെ നീ പല്ല് കടിക്കുമ്പോൾ, നിന്റെ സഹോദരിക്ക് നേരെ പല്ല് കടിച്ച് നീ ശബ്ദം ഉണ്ടാക്കി നിന്റെ ഉള്ളിലെ കോപം നീ പുറപ്പെടുവിക്കുമ്പോൾ നിന്റെ പേര് ദുഷ്പ്രവർത്തിക്കാരി എന്നാ, നിന്റെ പേര് ദുഷ്പ്രവർത്തിക്കാരനെന്നാ.
നിന്നെ വിളിക്കുന്ന ദുഷ്ടൻ എന്നാ. കാരണം നിന്റെ സഹോദരനെ നിനക്ക് സ്നേഹിപ്പാൻ കഴിയാത്തത് കൊണ്ട്, നിന്റെ സഹോദരിയെ നിനക്ക് സ്നേഹിപ്പാൻ കഴിയാത്തത് കൊണ്ട്, നിന്റെ ചുറ്റുമുള്ള കുടുംബങ്ങളിലുള്ളവരെ നിനക്ക് സ്നേഹിപ്പാൻ കഴിയാത്തത് കൊണ്ട്, അവരെ സമാധാനത്തോടെ കാണുവാൻ, സമാധാനത്തോടെ അവരോട് സംസാരിക്കുവാൻ, സമാധാനത്തോടെ സംസാരിപ്പാൻ, സമാധാനത്തോടെ ഒരു നല്ല വാക്ക് പറയാൻ കഴിയാത്തത് കൊണ്ടല്ലേ നീ പല്ല് കടിക്കുന്നത്. അല്ലേ? അതുകൊണ്ടാണ് വചനം പറയുന്നത്. അല്ലേലിയ, ആമീൻ. ദുഷ്ടന്മാർ പല്ല് കടിക്കുന്നു എന്ന് പറയുന്നത്. അല്ലേലിയ, ദുഷ്ടന്മാര് പല്ല് കടിക്കുന്നു. അതുകൊണ്ട് ഇന്ന് പകൽ ഈ ദൈവത്തിന്റെ വചനം പറയുമ്പോൾ നിങ്ങൾ കേട്ടോ, നീ പല്ല് കടിക്കുന്നവനാണെങ്കിൽ, പല്ല് കടിച്ച് ആണെങ്കിൽ നിന്നെ ദുഷ്പ്രവർത്തിക്കാരി എന്നാ വിളിക്കുന്നത്. ദുഷ്പ്രവർത്തിക്കാരെന്നാ വിളിക്കുന്നത്. ആവർത്തിച്ച് പറഞ്ഞ് നിന്റെ ഹൃദയത്തിനകത്ത് ഈ വചനം കയറിയിട്ട് നീ മാനസാന്തരപ്പെട്ട് മടങ്ങി വരണം. മാനസാന്തരപ്പെട്ട് മടങ്ങി വന്ന് നീ സൗമ്യതയുള്ളവളായി മാറണം. അല്ലേലിയ, സൗമ്യതയുള്ളവർക്കേ ഭൂമിയെ കൈവശമാക്കാൻ കഴിയുള്ളൂ എന്ന് യേശുക്രിസ്തു മത്തായിയുടെ സുവിശേഷത്തിനകത്ത് പറഞ്ഞിരിക്കുന്നു. അല്ലേലിയ, നമ്മൾ മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായം വായിക്കുമ്പോൾ അതിന്റെ 5-ാമത്തെ വാക്യത്തിൽ പറയുന്നു, സൗമ്യതയുള്ളവർ ഭാഗ്യവാന്മാർ, അവർ ഭൂമിയെ അവകാശമാക്കും. അല്ലേലിയ, എന്നെ കേൾക്കുന്ന മാതാവേ, പിതാവ്, എന്നെ കേൾക്കുന്ന സഹോദര, നിന്റെ ജീവിതത്തിൽ സൗമ്യത ആവശ്യം. ഇവിടുത്തെ രാഷ്ട്രീയക്കാരോട് പറയട്ടെ, നിന്റെ ജീവിതത്തിൽ സൗമ്യതയാണ് ആവശ്യം. ഈ ലോക രാജ്യങ്ങൾ ഭരിക്കുന്ന ജനത്തോട് പറയട്ടെ, നിനക്ക് സൗമ്യതയാണ് ആവശ്യം. ഇവിടുത്തെ വിവിധ മതങ്ങൾ, അത് ഇസ്ലാമിക മതമായിരുന്നാലും, ഹിന്ദു മതമായിരുന്നാലും, ക്രൈസ്തവ മതമായിരുന്നാലും, അത് വേർപെട്ട കൂട്ടങ്ങളായിരുന്നാലും, നിന്റെ ജീവിതത്തിൽ സൗമ്യത ആവശ്യമാണ്. സൗമ്യതയുള്ളവർക്ക് മാത്രമേ ഭൂമിയെ കൈവശമാക്കാൻ കഴിയുള്ളൂ, അവകാശമാക്കാൻ കഴിയുള്ളൂ. സൗമ്യതയില്ലാത്ത നിന്റെ കുടുംബം എന്നും വെണ്ണീർ പോലെ ചാരമായി കൊണ്ടിരിക്കും. അല്ലേ? അഗ്നി നരകം പോലെ നിന്റെ കുടുംബം കത്തിക്കൊണ്ടിരിക്കും. അല്ലേ? സൗമ്യതയില്ലെങ്കിൽ. നമുക്കറിയാം, സൗമ്യതയില്ലാത്തൊരു കുടുംബത്തിൽ എന്തെങ്കിലും സമാധാനമുണ്ടോ? എന്തെങ്കിലും സ്വസ്ഥതയുണ്ടോ? തീ ആളി പടരുന്ന പോലെ പടർന്നുകൊണ്ടിരിക്കില്ലേ അവിടെ പ്രശ്നങ്ങൾ? എന്നെകൾക്ക് നമ്മളെ സ്നേഹിത, ഈ കാണുന്ന ഈ കാലഘട്ടത്തിൽ ദൈവം നിങ്ങൾക്ക് വേണ്ടുന്ന അറിവും ജ്ഞാനവും ബുദ്ധിയും ഒക്കെ തന്നത്, നിങ്ങൾക്ക് പരിജ്ഞാനവും വിവേകവും വകതിരിവും ഒക്കെ തന്നത്, അല്ലെങ്കിൽ ജ്ഞാനവും പരിജ്ഞാനവും ഒക്കെ തന്നത്, അല്ലെങ്കിൽ നീ സൗമ്യതയോടെ ജീവിക്കാൻ വേണ്ടിയിട്ടാ. സ്തോത്രം. മതങ്ങളായിരുന്നാലും, മത നേതാക്കന്മാരായിരുന്നാലും, രാഷ്ട്രീയ നേതാക്കന്മാരായിരുന്നാലും, സംഘടനകളായിരുന്നാലും, ഇന്ന് സൗമ്യതയില്ലാതെ എല്ലാവരെയും കടിച്ചു കീറത്തക്ക നിലയിൽ പല്ല് കടിച്ചുകൊണ്ടിരിക്കുക സകലരും. പ്രൈസലോ. ഹല്ലേലൂയ. മാനസാന്തരപ്പെട്ട് മടങ്ങിയാണ്. യേശു വരാൻ സമയമായി. കർത്താവാൻ യേശു ക്രിസ്തു തന്റെ ജനത്തെ ചേർക്കുവാൻ, തന്റെ മണവാട്ടി സഭയെ ചേർക്കുവാൻ, സൗമ്യതയോടെ ജീവിക്കുന്നവരെ ചേർത്ത് ദൈവരാജ്യത്തിലേക്ക് കൊണ്ടുപോകാൻ യേശു മധ്യാകാശത്തിൽ കാഹളം ധരിക്കുക സമയമായി. എന്നെ കേൾക്കുന്ന മാതാവ്, പിതാവ്, ഇനിയെങ്കിലും നീ മാനസാന്തരപ്പെട്ട് മടങ്ങി വരണം. ഹല്ലേലൂയ. നീ ദുഷ്ടന്റെ കൂടെ, ദുഷ്പ്രവർത്തിക്കാരുടെ കൂടെ നീ ചേർന്ന് നിൽക്കാതെ സൗമ്യതയുള്ളവരോട് കൂടി നീ ചേർന്ന് നിൽക്കണം. അപ്പൊ സൗമ്യതയുള്ളവർ ഭാഗ്യവാന്മാർ, സൗമ്യതയുള്ളവർ ഭൂമിയെ കൈവശമാക്കും എന്ന് കർത്താവ് തന്റെ ഗിരിപ്രഭാഷണത്തിലൂടെ യേശു പറയുക. ഹല്ലേലൂയ. എന്ന് പറഞ്ഞ് ഇന്ന് സൗമ്യതയുള്ളവർ കുറവാണ്, എന്നോട് ചെയ്തതിന് തക്കവണ്ണം പകരം ചെയ്യും എന്ന് പറയുന്നവരാണ് അധികം. അല്ലേ? സൗമ്യതയുള്ളവർ കുറവാണ്. അവൻ എന്നോടത് ചെയ്തില്ലേ, അവൾ എന്നോടത് ചെയ്തില്ലേ, ഞാനെന്നെ പകരം ചെയ്യും. അവരമ്മായിയമ്മയാണ്, അവരൊക്കെ പറയാൻ പറ്റുമോ? അവളെന്റെ മരുമോളല്ലേ, അവർക്കത് പറയാൻ പറ്റുമോ? നീ എന്റെ ഭർത്താവല്ലേ, നീ എന്റെ ഭാര്യ, നിനക്കങ്ങനെ പറയാൻ പറ്റുമോ എന്നൊക്കെ ചോദിക്കുന്നേ ആളുകളുണ്ട്. അല്ലേ? ഞാൻ നിനക്ക് സീനിയർ നേതാവാ, ഞാൻ നിനക്ക് സീനിയർ ഉദ്യോഗസ്ഥനാ, നീ എന്റെ മുമ്പിൽ എന്നും അടിമയെ പോലെ നിൽക്കണം എന്നൊക്കെ പറയുന്നവരും ഒക്കെ ഉണ്ട് നമ്മുടെ ഇടയിൽ. അല്ലേ? നിങ്ങൾ ചില സ്ഥാപനങ്ങളിൽ, ചില ഓഫീസുകളൊക്കെ ചെന്ന് കഴിഞ്ഞാൽ നോക്കണം കേട്ടോ, ചില സീനിയേഴ്സ് ഉദ്യോഗസ്ഥന്മാരൊക്കെ താഴെ നിൽക്കുന്ന, അവർക്ക് താഴത്തെ പൊസിഷൻ താഴെയുള്ളവരെ വെറും അടിമയെ പോലെ കാണുന്നേ. എന്നെ കേൾക്കുന്ന പ്രശ്നിക്കുന്നത് അങ്ങനെ കാണരുത്. അവർക്കും അവരുടേതായ വിലയും അവരുടേതായ സ്ഥാനമാനങ്ങളും പേരും പ്രശസ്തിയും ഒക്കെയാണ് അവർക്കും ഉണ്ട്. അവര് നിങ്ങളെപ്പോലൊരു കുടുംബത്തെ ജനിച്ചു വളർത്തിട്ട് അവർക്കും തറവാടിത്വം പാരമ്പര്യമൊക്കെ പറയേണ്ട നിങ്ങൾക്കും ഉണ്ട്. പക്ഷെ നീ എവിടെയായിരുന്നാലും, നീ എത്ര ഉന്നതരായിരുന്നാലും, നിന്റെ പൊസിഷൻ എത്ര വലുതായാലും, നിന്റെ സ്റ്റാറിന്റെ എണ്ണം എത്ര വർദ്ധിച്ചാലും, നിന്റെ ജീവിതത്തിൽ സൗമ്യത ആവശ്യമാണ്. അല്ലേ? എന്നെ കേൾക്കുന്ന രാഷ്ട്രീയക്കാരനോട് പറഞ്ഞത്, നീ ഏത് വലിയ ഉന്നതമായ സീറ്റിന്റെ ഉടമയായിരുന്നാലും,
രാഷ്ട്രീയത്തിനകത്ത് നീ നിൽക്കുമ്പോൾ നിന്റെ കൂടെ നിൽക്കുന്ന ജനത്തോട് നീ നിൽക്കുന്ന കൂട്ടത്തിൽ അനുയായികളോട് നീ നയിക്കുന്ന രാജ്യത്തെ ജനത്തോട് സൗമ്യതയോടെ പെരുമാറാൻ കഴിയുമ്പോഴാണ് നീ ഒരു മനുഷ്യനായി മാറുന്നത്. ഹല്ലേലൂയ. സൗമ്യതയോടെ രാജ്യത്തെ ഭരിക്കാൻ കഴിയുന്നില്ലെങ്കിൽ, സൗമ്യതയോടെ ജനത്തെ ഭരിക്കാൻ കഴിയുന്നില്ലെങ്കിൽ, നിന്റെ ഉള്ളിൽ വാഴുന്ന ദുഷ്ടന്റെ ആലോചന, ദുഷ്പ്രവർത്തിക്കാന്റെ ആലോചന, അത് മുഖാന്തരം നീ ഛേദിക്കപ്പെടാൻ സാധ്യതയുണ്ട്. അത് മതങ്ങളിലും രാഷ്ട്രീയങ്ങളിലും സംഘടനകളിലും കുടുംബത്തിനകത്തും ഒരുപോലെ കേട്ടോ. ഹല്ലേലൂയ. ഉടനെ കേൾക്കുന്ന മാതാപിതാ, നിന്റെ കുടുംബം ദൈവം സ്വർഗമാക്കാൻ ആഗ്രഹിക്കുക. നിന്റെ കുടുംബത്തെ ദൈവം സ്വർഗമാക്കാൻ ആഗ്രഹിക്കുന്നു. നിന്റെ ജീവിതത്തെ ദൈവം സന്തോഷമാക്കി തീർക്കുവാൻ ആഗ്രഹിക്കുന്നു. നാം അധിവസിക്കുന്ന ഈ ഭൂമിയിൽ നമ്മൾ ആയിരിക്കുന്ന രാജ്യങ്ങൾക്കകത്ത് ദൈവിക സമാധാനം ദൈവം തരാൻ ആഗ്രഹിക്കുക. നിന്റെ ദുഷ്പ്രവൃത്തി വിട്ട് മടങ്ങി വന്നാൽ. അപ്പൊ അക്രമം പെരുകുന്നതും പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു, യുദ്ധങ്ങൾ ഉണ്ടാകുന്നു, യുദ്ധശ്രുതികൾ മുഴങ്ങുന്നതും ദേശം അക്രമം കൊണ്ട് ജനത്തിൽ കലഹങ്ങൾ ഉണ്ടാകുന്നതും, കുടുംബം നശിക്കുന്നതും, കുടുംബജീവിതത്തിൽ ഭിന്നതകൾ ഉണ്ടാകുന്നതും, ഭരണസിരാ കേന്ദ്രങ്ങളിൽ പ്രശ്നം സൃഷ്ടിക്കുന്നതും, മതങ്ങൾ തമ്മിൽ അടിക്കുന്നതും എല്ലാം എന്താണ്? അവരുടെ ദുഷ്പ്രവൃത്തികൾ മുഖാന്തരമാണ്, ദുഷ്ടന്റെ ആലോചന മുഖാന്തരമാണ് സകലതും തകർന്നുകൊണ്ടിരിക്കുന്നത്. അതിന്റെ നടുവിൽ കർത്താവ് പറയുക, സൗമ്യതയുള്ളവർ ഭാഗ്യവാന്മാർ, അവർ ഭൂമിയെ കൈവശമാക്കും എന്ന് പറഞ്ഞാൽ, നീ ചെയ്തതിന് പകരം ഞാൻ ചെയ്യുന്നില്ല, നീ ചെയ്തതിന് തക്കവണ്ണം ഞാൻ ചെയ്യുമെന്നല്ല, പരസ്പരം ക്ഷമിപ്പാൻ കഴിയണം. പരസ്പരം ക്ഷമിപ്പാൻ കഴിയുമ്പോഴാണ്, പരസ്പരം ക്ഷമിക്കുമ്പോഴാണ് ജീവിതം മുന്നോട്ട് സന്തോഷത്തോടെ കൂടി പോകുന്നത്. ഹല്ലേലൂയ. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന സൗമ്യതയുള്ള ഭൂമി അവകാശമാക്കുന്നതിന് പകരം, അല്ലെങ്കിൽ സൗമ്യതയുള്ള അവകാശമാക്കുന്നതിന് പകരം അവർക്കുള്ള ഭൂമി മറ്റുള്ളവർ കയ്യേറിപ്പോവുകയാണ് ഈ കാലത്ത് നടക്കുന്നത്. ഹല്ലേലൂയ. സൗമ്യതയുള്ള ഒരു ഭൂമിയെ കൈവശമാക്കണം. ആ സൗമ്യത നഷ്ടപ്പെടുമ്പം അവന്റെ ഭൂമി മറ്റുള്ളവർ കൈവശമാക്കി കൊണ്ടുപോകും, കയ്യേറുകയാണ് ചെയ്യുന്നത്. അപ്പൊ ഇന്ന് സൗമ്യതയുള്ളവർക്ക് പരിഹാസവും നഷ്ടവുമാണ് ഓഹരി. ഇന്ന് സൗമ്യതയുള്ളവർക്ക് പരിഹാസവും നഷ്ടവുമാണ്. ഹല്ലേലൂയ. നഷ്ടമാണ് ഓഹരി. ഹല്ലേലൂയ. എന്നാൽ ക്രിസ്തു രാജാവായി വരുമ്പോൾ സൗമ്യതയുള്ള ഭൂമിയിൽ വാഴുന്നവരായിരിക്കും. ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന മാതാവേ പിതാവേ, ഇന്ന് നീ സൗമ്യതയോടെ നീ ജീവിക്കുമ്പോൾ നിനക്കുള്ള ഓഹരി നിന്ദയും അപമാനങ്ങളും പരിഹാസങ്ങളും ഒക്കെ ആണെങ്കിൽ, തള്ളപ്പെടലുകളൊക്കെ ആണെങ്കിൽ, നിന്നെ പുകച്ച് പുറത്ത് ചാടിച്ച് നീ ഒരു പുകഞ്ഞ തീക്കൊള്ളി പോലെയാണ് നിന്റെ ജീവിതമെങ്കിലും, കർത്താവായ യേശുക്രിസ്തു മധ്യാകാശത്തിൽ വരുമ്പോൾ നീ സൗമ്യതയോടെ ജീവിക്കുന്നവനാണ്. കർത്താവായ യേശുവിനെ സ്വന്തം രക്ഷിതാപിതാവായി സ്വീകരിച്ച് ദൈവമകനായി ജീവിക്കുന്നവനാണെങ്കിൽ, കർത്താവിന്റെ വരവിനോടുകൂടി നീ കർത്താവിന്റെ കൂടെ എടുത്ത് കർത്താവായ യേശുക്രിസ്തുവിനോട് 1000 ആണ്ട് വാഴ്ചയിൽ നീ വാഴുന്നവളായിരിക്കും. രക്തം ചെയ്യും. അതിനാ നിങ്ങൾ സൗമ്യതയോടെ ജീവിക്കണമെന്ന് പറയുന്നേ. കർത്താവായ യേശുക്രിസ്തുവിന്റെ വരവോടുകൂടി ഈ ഭൂമിയിൽ വലിയ അത്ഭുതങ്ങൾ നടക്കും. ലോകം ഇന്ന് വരെ കണ്ടിട്ടില്ലാത്ത അത്ഭുതമാണ് യേശുക്രിസ്തുവിന്റെ മധ്യാകാശ വരവ്. സൗമ്യതയോടെ ജീവിക്കുന്ന വീണ്ടെടുക്കപ്പെട്ട ദൈവമക്കളെല്ലാം കർത്താവിനെ എതിരേൽപ്പാൻ ഇവിടെ ഭൂമി എടുക്കപ്പെടും. ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന പ്രശ്നം, പിന്നെ ദുഷ്പ്രവർത്തിക്കാരെല്ലാം ഛേദിക്കപ്പെടും. കർത്താവായ യേശുക്രിസ്തുവിന്റെ മധ്യാകാശ വരവിന് ശേഷം ദൈവസഭ ഇവിടെ നിന്ന് പൂർണ്ണമായി എടുക്കപ്പെട്ടതിന് ശേഷം ആന്റിക്രിസ്റ്റിന് ഭരണം ഇവിടെ ഉണ്ടാകും. 3.5 വർഷത്തോളം വലിയ കുഴപ്പമൊന്നും ഉണ്ടാകുമായിരുന്ന വേദപുസ്തകം പറയാം. പക്ഷെ 3.5 വർഷം കഴിയുമ്പോൾ അവൻ അധികാര സ്ഥിരാകേന്ദ്രങ്ങളിൽ ഇരുന്നുകൊണ്ട് അവൻ സ്വയം ദൈവമായി മാറും. അവന്റെ സംഖ്യ, മൃഗത്തിന്റെ സംഖ്യ, മനുഷ്യന്റെ സംഖ്യ 666 എന്ന ചിഹ്നം മുദ്രയൊക്കെ നിന്റെ നെറ്റിയിലോ കൈമേലോ ഒക്കെ എഴുതി പച്ചകുത്തി ഒക്കെ നീ ഭൂമി ജീവിച്ച് അവനെ ദൈവമായിട്ട് അംഗീകരിക്കുന്നെങ്കിലേ നിനക്കിവിടെ ജീവിക്കാൻ കഴിയുള്ളൂ. ഹല്ലേലൂയ. അല്ലാത്ത പക്ഷം നിന്നെ അവർ കൊന്നുകളയും. ഹല്ലേലൂയ. അന്തിക്രിസ്തുവിന്റെ ഭരണകാലത്ത് മനുഷ്യൻ അനുഭവിക്കാൻ പോകുന്ന വലിയ പ്രതികൂലത്തെക്കുറിച്ച് വേദപുസ്തകം വെളിപ്പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ടാണ് ഈ ലോകത്തിൽ ദൈവത്തിന്റെ ദാസിദാസന്മാർ സുവിശേഷ സത്യം വിളിച്ചു പറയുന്നത്. കാരണം നീ കർത്താവായ യേശുക്രിസ്തുവിൽ വിശ്വസിച്ച് വീണ്ടെടുപ്പ് പ്രാപിച്ച് ദൈവത്തിന്റെ മകളായി ജീവിച്ച് കർത്താവിന്റെ മധ്യാകാശ വരവിൽ നീ കർത്താവിനോട് എടുക്കപ്പെടണം. അങ്ങനെ നീ കർത്താവിനോട് എടുക്കപ്പെട്ട് കഴിഞ്ഞാൽ അന്തിക്രിസ്തുവിന്റെ കാലത്തെ മഹാപീഡനത്തിനകത്ത് നീ കടന്നു പോകുകയില്ല. അന്തിക്രിസ്തുവിന്റെ മഹാപീഡനത്തിൽ നീ പെട്ടുപോകത്തില്ല. പീഡനകാലത്ത് നിനക്ക് പീഡകൾ വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് മാനസാന്തരപ്പെടാൻ യേശു പറയുന്നത്.
ലേരിയ. ഈ മാനസാന്തരപ്പെടുക മാനസാന്തരപ്പെടുക സുവിശേഷത്തിൽ വിശ്വസിക്കുന്നൊക്കെ പറയുന്നത് ഞങ്ങളാരും പറഞ്ഞതല്ല, ഞങ്ങളെ കൊണ്ട് യേശു പറയിപ്പിക്കുന്നത്. ഈ വചനം എഴുതി തന്നത് പറഞ്ഞത് ആദ്യം യേശുവാ. ഹല്ലേലൂയ. കർത്താവായ യേശു ക്രിസ്തുവാണ് അല്ലെങ്കിൽ ഈ വചനം നമുക്ക് നൽകി തന്നത്. മാനസാന്തരപ്പെടണമെന്ന് ആദ്യം വിളിച്ചു പറഞ്ഞു യോഗന സ്നാപകൻ എന്തു പറഞ്ഞു? ആമേൻ, ഹല്ലേലൂയ, സ്തോത്രം. ദൈവരാജ്യം സമീപിച്ചിരിക്കാൻ മാനസാന്തരപ്പെട്ട് സുവിശേഷത്തിൽ വിശ്വസിക്കണമെന്ന്. അതിനുശേഷം യേശു ക്രിസ്തു വിളിച്ചു, ആമേൻ, ദൈവരാജ്യം സമീപിച്ചിരിക്കുക അഥവാ സ്വർഗരാജ്യം സമീപിച്ചിരിക്കാൻ മാനസാന്തരപ്പെട്ട് സുവിശേഷത്തിൽ വിശ്വസിക്കണം. അപ്പൊ ഈ സുവിശേഷത്തിൽ വിശ്വസിക്കുക എന്ന് പറഞ്ഞ് യേശു വിളിച്ചു പറഞ്ഞു, യോഗന്നാസ്നാവ് വിളിച്ചു, ഞങ്ങളും വിളിച്ചു പറയുന്നു. ഹല്ലേലൂയ. അപ്പൊ ഞങ്ങളെ കൊണ്ട് വിളിച്ചു പറയിപ്പിക്കുവാൻ ഈ അവസരം തന്ന കർത്താവാ. ഞങ്ങൾ സൗമ്യതയോടെ ഈ ദൈവത്തിനെ വിളിച്ചു പറയുക. സൗമ്യതയോടെ ഈ ദൈവത്തിന്റെ വചനം വിളിച്ചു പറയുമ്പോൾ ചിലർക്കൊക്കെ അങ്ങ് ഭയങ്കര നൊമ്പരങ്ങളാ. ഹല്ലേലൂയ. എന്ന് പറഞ്ഞ സുവിശേഷം എന്ന് പറയുന്ന മഹാസത്യം, സുവിശേഷം എന്ന് പറയുന്ന ആ ഗുഡ് ന്യൂസ്, സുവിശേഷം എന്ന് പറയുന്ന ജീവന്റെ വചനം, സുവിശേഷം എന്ന് പറയുന്ന സമാധാന സത്യം, സുവിശേഷം എന്ന് പറയുന്ന യേശുക്രിസ്തുവിന്റെ നാമത്തെ ലോകത്തോട് വിളിച്ചു പറയുമ്പോൾ ദുഷ്പ്രവർത്തിക്കാർ എഴുന്നേൽക്കാൻ തുടങ്ങും, ദുഷ്ടന്മാർ എഴുന്നേൽക്കാൻ തുടങ്ങും, പാപികൾ എഴുന്നേൽക്കും, പരിഹാസികൾ എഴുന്നേൽക്കും. അവരവരുടെ പ്രവർത്തികൾ ചെയ്യും. അതുകൊണ്ടാണ് സങ്കീർത്തനം 37:9 രേഖപ്പെടുത്തി വെച്ചത്, ദുഷ്പ്രവർത്തിക്കാർ ഛേദിക്കപ്പെടും. ഹല്ലേലൂയ. എന്നാൽ യഹോവയെ പ്രത്യാശിക്കുന്നവരോ ഭൂമിയെ കൈവശമാക്കും, രക്തം ചെയ്യും. നിന്നെ കേൾക്കുന്ന മാതാവേ, പിതാവേ, ഈ ലോകത്തിൽ കർത്താവ് നിനക്കൊരു അവസരം തന്നിരിക്കുക. കർത്താവായ യേശു ക്രിസ്തു 2024 വർഷങ്ങൾക്ക് മുമ്പ് മാനകുലത്തിന്റെ പാപപരിഹാരത്തിന് സ്വർഗ മഹിമകളെ വിട്ട് ഈ ഭൂമിയിൽ വന്ന് 33 തിരുവയസ്സോട് ജീവിച്ച് 3.5 വർഷം പരിശുശ്രൂഷ ചെയ്ത് അനവധി ആളുകളെ സൗഖ്യമാക്കി വിടുതൽ കൊടുത്ത് തന്നോട് ചേർത്ത് പിടിച്ച്, ഹല്ലേലൂയ, അവർക്ക് നിത്യസമാധാനം, നിത്യജീവൻ കൊടുത്ത് നിത്യരക്ഷ കൊടുത്തു. ആമേൻ, ഹല്ലേലൂയ, സ്തോത്രം. അങ്ങനെ യേശുവിനെ അനുഗമിക്കുന്ന ഒരു തലമുറ അന്ന് തൊട്ട് ഇന്ന് വരെ ഭൂമിയിൽ വർദ്ധിക്കുന്ന അവർക്കാണ് ദൈവരാജ്യ അവകാശം. ഹല്ലേലൂയ. അതുകൊണ്ട് മാനസാന്തരപ്പെട്ട് മടങ്ങി വരണം കേട്ടോ. ഹല്ലേലൂയ. നിങ്ങളൊരു നല്ല കുടുംബമായി, നിന്റെ കുടുംബം, നിന്റെ ജീവിതം, നിന്റെ തലമുറകളൊക്കെ സമാധാനത്തോടെ ജീവിക്കുന്നത് കാണാൻ യേശു ആഗ്രഹിക്കുന്നത്. എന്നെ കേൾക്കുന്ന സഹോദര സൗമ്യതയോടെ ജീവിക്കുന്നത് കാണുവാൻ ദൈവം ആഗ്രഹിക്കുക. സ്തോത്രം. ചിലർ പറഞ്ഞില്ലേ, എന്റെ മുമ്പിൽ ആരും നിൽക്കത്തില്ല, എന്നെ കവിഞ്ഞ ആരുമില്ല, ഞാനാണ് ഇവിടുത്തെ രാജാവ്, ഞാനാണ് ഇവിടുത്തെ എല്ലാം ചെയ്യുന്നത്, എന്നെ കൂട്ടം അതൊന്നും ചെയ്യാൻ പറ്റത്തില്ല, എന്നെ അവർക്ക് പേടിയാ എന്നൊക്കെ ചില വീമ്പ് പറയുന്ന ദുഷ്പ്രവർത്തിക്കാരെ നിങ്ങൾ കണ്ടിട്ടില്ലേ? എന്തുകൊണ്ട് ആയുധമൊക്കെ എടുത്ത് കയ്യിൽ ഉയർത്തിപ്പിടിച്ച് പട്ടണത്തിന്റെ തന്നെ ഈ ഗ്രാമങ്ങളിൽ തെരുക്കൂണുകൾക്ക് വീശി കുറെ ആവാസകരമായി കുറെ ചീത്തകൾ, ദുഷ്പ്രവർത്തിയുടെ വാക്കുകൾക്ക് വിളിച്ചു പറഞ്ഞ് ഒന്ന് കറങ്ങി കഴിയുമ്പം ആ മനുഷ്യർ പറയുന്ന പുള്ളി വലിയ രാജാവാന്ന, അവരെ വിളിക്കുന്ന ദുഷ്പ്രവർത്തിക്കാരെന്നാ, ദുഷ്ടനെന്നാ വിളിക്കുന്നേ. ഹല്ലേലൂയ. എന്നാൽ എല്ലാം കണ്ടും കേട്ടും സാമീപ്യത്തോടെ ജീവിക്കുന്നവരെ ദൈവം വിളിക്കുന്ന ദൈവമക്കളെന്നാ. ഹല്ലേലൂയ. സമാധാനം ഉണ്ടാക്കുന്നവര്, ഹല്ലേലൂയ, ആ സമാധാനം ഉണ്ടാക്കാൻ പഠിക്കണം. ഫ്രൈസലോ. നഷ്ടപ്പെടുത്താനല്ല ആഗ്രഹിക്കേണ്ടത്, ഉണ്ടാക്കണം. സമാധാനം ഉണ്ടാക്കി സൗമ്യതയോടെ നീ കുടുംബത്തിൽ ജീവിക്കണം. എന്നെ കേൾക്കുന്ന മാതാപിതാക്കൾ, നിന്റെ കുടുംബത്തിനകത്ത് നീ സൗമ്യതയോടെ ജീവിക്കണം. ഫ്രൈസലോ. നീ ഭാര്യയും ഭർത്താവും തമ്മിൽ സൗമ്യതയുള്ളവരായിരിക്കണം. അപ്പനും അമ്മയും തമ്മിൽ സൗമ്യതയുള്ളവരായിരിക്കണം. അപ്പനും അമ്മയും മക്കളും മരുമക്കളും കൊച്ചുമക്കളും തമ്മിൽ സൗമ്യതയുള്ളവരായിരിക്കണം. അമ്മായിയമ്മയും മരുമോളും കൂടെ സൗമ്യതയോടെ ജീവിക്കണം. അല്ലാത്ത കുടുംബം എല്ലാം നരകമാണ്. ഹല്ലേലൂയ. പല കുടുംബത്തിനകത്തും നരകത്തിന് സമാനം. അമ്മായിയമ്മയും മരുമോളും ഒരിക്കലും യോജിക്കത്തില്ല. ഹല്ലേലൂയ. ആ കുടുംബം എല്ലാം നരകമെന്നാ പറയുന്നത്. അവിടെ എല്ലാം ദുഷ്പ്രവൃത്തി അരങ്ങേറുന്നത്. പ്രൈസലോ. മനസാന്തരപ്പെട്ട് മടങ്ങിവ. നല്ലൊരു ജീവിതം കർത്താവ് നിനക്ക് തരുമല്ലോ. നല്ലൊരു ജീവിതം കർത്താവ്, നല്ല സുഖകരമായ, സമാധാനമുള്ള, സന്തോഷമുള്ള, സ്വസ്ഥതയുള്ള ഒരു ജീവിതം കർത്താവ് നിനക്ക് തരാൻ ആഗ്രഹിക്കുക. നിന്റെ കുടുംബത്തിനകത്ത് ദൈവിക സാന്നിധ്യം വെളിപ്പെടുത്താൻ യേശു ആഗ്രഹിക്കുന്നു. അപ്പം ഇവിടെ ദൈവത്തിന് വചനമായി കണ്ട്, ശൗലിന് ശേഷം ദാവീദ് രാജാവായി അഭിഷേകം ചെയ്യപ്പെട്ടുവെങ്കിലും രാജ്യത്വം അവന് നൽകിയില്ല. ഹല്ലേലൂയ. രാജാവായി ശൗൽ ദാവീദിനെ കാടുകളിലൂടെയും മലകളിലൂടെയും തുരത്തി വേട്ടയാടിക്കൊണ്ടിരുന്നു. ദാവീദ് രാജ്യത്വം പ്രാപിക്കുവാനായി എത്രയോ കാലം ക്ഷമയോടെ കാത്തിരിക്കേണ്ടി വന്നു. കാത്തിരുന്ന കാലങ്ങൾ വൃഥാവായി പോയില്ല. ആ കാലഘട്ടത്തിൽ അവന്റെ ആത്മീയജീവിതം വളരെയധികം ബലം പ്രാപിച്ചു.
അല്ലേലിയ. അപ്പൊ ശൗലിന്റെ അല്ലേലിയ രാജ്യത്വം നഷ്ടപ്പെട്ടു. അല്ലേലിയ. ശൗലിന്റെ രാജ്യത്വം നഷ്ടപ്പെട്ട് കഴിഞ്ഞപ്പോൾ, അഭിഷേകം നഷ്ടപ്പെട്ട് കഴിഞ്ഞപ്പോൾ, ആ സ്ഥാനത്തേക്ക് ദൈവം ശമൂവേലിലൂടെ ദാവീദിനെ അഭിഷേകം ചെയ്ത് രാജാവായി. എന്നാൽ രാജ്യത്വം പ്രാപിച്ചെടുക്കാൻ വേണ്ടി ശമൂവേൽ വളരെ ബന്ധപ്പെടേണ്ടി വന്നു. അങ്ങനെ ശമൂവേൽ ദാവീദ് ആ രാജ്യത്വം പ്രാപിച്ചെടുക്കാതിരിക്കാൻ വേണ്ടി ശൗൽ അലിയ ദാവീദിനെ മലകളിലും കാടുകളിലും ഗുഹകളിലൂടെ ഓടിച്ചുവെങ്കിലും ആ സമയമൊക്കെ ദാവീദിന്റെ നഷ്ടപ്പെട്ടു പോയില്ല. ദാവീദ് കാത്ത് സൗമ്യതയോടെ ഇരുന്നത് കൊണ്ട് പിന്നത്തെ ഇസ്രായേലിന്റെ രാജാവായി ദാവീദിനെ ദൈവം നിയമിച്ചു. ഹല്ലേലൂയ. അപ്പൊ ഒരു ദിവസം ശൗൽ മരിച്ചപ്പോൾ ദാവീദ് യഹൂദയിലും പിന്നീട് ഇസ്രായേൽ മുഴുവനും രാജാവായി കിരീടമണിയിക്കപ്പെട്ടു. ഏതെല്ലാം ദേശങ്ങളിലേക്ക് അവൻ സൈന്യവുമായി പോയോ അവിടെ ആ ദേശങ്ങളെല്ലാം പിടിച്ചടങ്ങി ജയം ഭരിച്ചു. അതേ ദുഷ്പ്രവർത്തിക്കാർ ഛേദിക്കപ്പെട്ടു. ശൗൽ ഛേദിക്കപ്പെട്ടപ്പോൾ ഹല്ലേലൂയ, ഇസ്രായേലിന്റെ ഒന്നാമത്തെ രാജാവായി അഭിഷേകം ചെയ്ത ശൗൽ തന്റെ അഹങ്കാരം മുഖാന്തരം, തന്റെ ദുഷ്പ്രവൃത്തി മുഖാന്തരം, തന്റെ ദുഷ്ടത മുഖാന്തരം അവസാനവും ഛേദിക്കപ്പെട്ട് കഴിഞ്ഞപ്പോൾ എന്ത് ചെയ്തു? ദാവീദ് രാജ്യത്വം പ്രാപിച്ചു. ഹല്ലേലൂയ. ദാവീദ് പോയ രാജ്യങ്ങളെല്ലാം, സ്ഥലങ്ങളെല്ലാം ദാവീദ് പിടിച്ചടക്കുവാൻ കഴിഞ്ഞു. എന്നെ കേൾക്കുന്ന മാതാവി, പിതാവി, നിനക്കെതിരെ വ്യാപരിക്കുന്ന ചില ശൗലിന്റെ ശക്തികളുണ്ട്. അവനെ നിന്റെ മുമ്പിൽ ദൈവം നീക്കിക്കളയുമ്പോൾ അല്ലെങ്കിൽ നിന്റെ ജീവിതം സമാധാനപരമായി മാറും. അതുകൊണ്ട് നീ സൗമ്യതയോടെ ഇരുന്ന് പ്രാർത്ഥിക്കണം കേട്ടോ. ഹല്ലേലൂയ. സൗമ്യതയോടെ നീ നിന്റെ കുടുംബത്തിനകത്ത് പ്രാർത്ഥനയോടെ ഇരുന്നാൽ മതി. നിന്റെ ശത്രുക്കളെല്ലാം ഛേദിക്കപ്പെടും. ഹല്ലേലൂയ. കുടുംബങ്ങളെ തകർക്കുന്ന, കുടുംബ ബന്ധങ്ങളെ തകർക്കുന്ന, കുടുംബ ജീവിതത്തെ തകർക്കുന്ന, നന്മയെ തകർക്കുന്ന, തലമുറയെ തകർക്കുന്ന, നിന്റെ അനുഗ്രഹങ്ങളെ തകർത്തുന്ന, നിനക്കെതിരെ വാത് കിട്ടി അവകാശം പറഞ്ഞ് നിനക്കെതിരെ പരിഹാസ വാക്കുമായി നിൽക്കുന്ന ദുഷ്ട ശത്രു അഥവാ ദുർപ്രവർത്തിക്കാരനെ ദൈവം ഛേദിച്ചുകളെ നീ പ്രാർത്ഥിക്കാനിരുന്നാൽ മതി. ദൈവമക്കൾ ആരോടും പ്രതികാരത്തിന് പോകരുത്. ദൈവമക്കൾ ആരോടും പ്രതികാരത്തിന് പോകരുത്, പ്രതികാരം ചെയ്യരുത്. ഹല്ലേലൂയ. അവർ തമ്മിൽ ഭാരങ്ങളെ ചുമന്നുകൊണ്ട് അന്യോന്യം പ്രബോധിപ്പിച്ചുകൊണ്ട് ഒരു പ്രാർത്ഥിച്ച് ദൈവമക്കൾ സൗമ്യതയോടെ ഭൂമിയെ കൈവശമാക്കുന്നവരായിരിക്കണം. രക്തജയം. ഹല്ലേലൂയ. ദൈവത്തിന്റെ ആത്മാവിന് നിന്നെക്കുറിച്ച് വലിയ പദ്ധതികളാണ്. അപ്പൊ യേശു തന്റെ ഗിരിപ്രഭാഷണത്തിൽ ഇങ്ങനെ പറഞ്ഞു, സൗമ്യതയുള്ളവർ ഭാഗ്യവാന്മാർ, അവർ ഭൂമിയെ കൈവശമാക്കും. സൗമ്യതയുള്ളവർ ആർ? അല്ലെങ്കിൽ ബന്ധപ്പെടാതെ ക്ഷമയോടെ കാത്തിരിക്കുന്നവരാണ് സൗമ്യതയുള്ളവർ. ഹല്ലേലൂയ. അപ്പൊ സൗമ്യതയുള്ളവർ ആരെന്നൊരു ചോദ്യം. ബന്ധപ്പെടാതെ, പ്രശ്നങ്ങളുണ്ടാക്കാതെ, കലഹമുണ്ടാക്കാതെ, വെല്ലുവിളിക്കാതെ, യുദ്ധത്തിനൊരുങ്ങാതെ, രക്തച്ചുരിച്ചിലുണ്ടാക്കാതെ, വ്യാജം കാണിക്കാതെ, മറുതലിക്കാതെ, പിടിച്ചുപറിക്കാതെ, മോഷ്ടിക്കാതെ, അപഹരിക്കാതെ ഇരിക്കുന്നവരാണ് സൗമ്യതയോടെ സൗമ്യതയോടെ ഇരിക്കുന്നവരാണ് ഭാഗ്യവാന്മാർ. അപ്പൊ നീ എന്ന് പറയുന്ന വ്യക്തി, എന്നെ കേൾക്കുന്ന മാതാവി, നിങ്ങളെന്ന് പറയുന്ന വ്യക്തി ദൈവത്തിന് പ്രസാദകരമായതാണോ ചെയ്യുന്നത്? നിങ്ങൾ ഓരോരുത്തരും ചിന്തിച്ചു നോക്കും, ഞാൻ ദൈവത്തിന് ഇഷ്ടമുള്ളതാണോ ചെയ്യുന്നത്? ദൈവത്തിന് ഇഷ്ടമുള്ളതാണോ പറയുന്നത്? ദൈവത്തിന് ഇഷ്ടമാണോ ഞാൻ പ്രവർത്തിക്കുന്നത്? സൗമ്യതയോടെ ഞാൻ ദൈവത്തിന് വചനം ഉൾക്കൊണ്ടുകൊണ്ട് കർത്താവിന് വേണ്ടി ജീവിക്കുന്നവളാണോ എന്ന് നിങ്ങളെ തന്നെ ചിന്തിച്ച് നോക്കണം. ഹല്ലേലൂയ. ദൈവഹിതമല്ലാത്തതിന് എന്റെ ജീവിതത്തിൽ നീക്കിക്കളയണം. ഹല്ലേലൂയ. ഒരിക്കൽ നമ്മുടെ രാഷ്ട്രപിതാവായ മഹാത്മാഗാന്ധിയുടെ അടുക്കൽ ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി അഹിംസയും സത്യാഗ്രഹവും പ്രയോജനപ്പെടുന്നു പ്രയോജനപ്പെടുന്നുവല്ലോ, യുദ്ധവും രക്തച്ചൊരിച്ചിലും ഇല്ലാതെ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം നേടിയെടുക്കുവാൻ സാധിക്കുമോ എന്നൊക്കെ അനേകർ ചോദിച്ചു. അതെ, നമ്മുടെ ഇന്ത്യ രാജ്യം ബ്രിട്ടീഷുകാരുടെ കയ്യിലായിരുന്നു. അനേക പ്രാവശ്യം യുദ്ധങ്ങളിലൂടെ അനേകർ മരിച്ചു. അങ്ങനെയുള്ള സമയങ്ങളിൽ നമ്മുടെ രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധിയുടെ അരിക്കൽ പലരും ചോദിച്ച്, രക്തച്ചൊരിച്ചിലില്ലാത്ത നമ്മുടെ രാജ്യത്തെ നേടിയെടുക്കുവാൻ നമുക്ക് കഴിയുമോ? ഹല്ലേലൂയ. ആ സമയത്ത് മഹാത്മാഗാന്ധി പറഞ്ഞു, ഹല്ലേലൂയ, യേശുവിന്റെ ഗിരിപ്രഭാഷണത്തിൽ നിന്ന് 5 വാക്യം കാണിച്ചിട്ട് പറഞ്ഞു, സൗമ്യതയുള്ളവർ ഭാഗ്യവാന്മാർ, അവർ ഭൂമിയെ കൈവശമാക്കും എന്ന് വേദപുസ്തകം പറയുന്നു. ഞാൻ ഭൂമി മുഴുവനും വേണ്ടിയല്ല, ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി സൗമ്യതയോടെ പ്രയോജനപ്പെടുത്തും എന്ന് പറഞ്ഞു. അപ്പൊ മഹാത്മാഗാന്ധിയും പോലും പറഞ്ഞത്, നമ്മുടെ രാജ്യത്തെ നേടിയെടുക്കുവാൻ സൗമ്യതയാണ് നമുക്ക് ആവശ്യം, അഹിംസയല്ല, രക്തച്ചൊരിച്ചിലല്ലെന്ന് മഹാത്മാഗാന്ധി പറഞ്ഞ സന്ദേശം നമുക്കറിയാം. എന്നെ കേൾക്കുന്ന സഹോദര സഹോദരി, നീ ലോകത്ത് അക്രമം സൃഷ്ടിച്ച്, രക്തച്ചൊരിച്ചിലൊടുക്കി, യുദ്ധങ്ങൾ സൃഷ്ടിച്ച്, രക്തച്ചൊരിച്ചിലൂടെ നിനക്കൊന്നും നേടുവാൻ കഴിയത്തില്ല.
നീ ലോകത്തെ കൈവശപ്പെടുത്തുവാൻ, ലോകത്തെ അവകാശമാക്കാൻ, ലോകത്തിന്റെ അധികാരം പിടിച്ചെടുക്കാൻ വേണ്ടി ആമേൻ രക്തചൊരിച്ചിലുമായി യുദ്ധമായി മുന്നോട്ട് പോയാൽ അത് നിനക്ക് അപകടമാണ്. നീ ഛേദിക്കപ്പെടുമെന്ന് അവതരം പറയുന്നേ. എന്ന് പറയുന്ന ദുഷ്പ്രവർത്തിക്കാർ ഛേദിക്കപ്പെടും. ലേലിയ യഹോവയെ പ്രത്യാശിക്കുന്ന ഒരു ഭൂമിയെ കൈവശമാക്കും. അതുകൊണ്ട് യുദ്ധതന്ത്രങ്ങൾ മാറ്റിവെച്ച്, രക്തചൊരിച്ചിലുകൾ മാറ്റിവെച്ച്, ആയുധ പ്രയോഗം മാറ്റിവെച്ചിട്ട് എന്ത് ചെയ്യണം? മാനസാന്തരപ്പെട്ട് മടങ്ങി വരണം. ഹല്ലേലൂയ, സ്തോത്രം. ദൈവത്തിനും അതാണ് പഠിപ്പിക്കുന്നത്. ഹല്ലേലൂയ, സ്തോത്രം. എന്നെ കേൾക്കുന്ന പ്രിയ സ്നേഹിതാ, കർത്താവിന് വേണ്ടി കാത്തിരിക്കുവിൻ. ഹല്ലേലൂയ, നിങ്ങൾ കർത്താവിന് വേണ്ടി ഇതിനെ കാത്തിരിക്കണം. അല്ലെങ്കിൽ കോപിക്കാതെ, ബന്ധപ്പെടാതെ, വിദ്വേഷമില്ലാതെ കർത്താവിന്റെ മേൽ നിങ്ങളുടെ ഭാരം ഏൽപ്പിച്ച് ക്ഷമയോടെ കാത്തിരിക്കണം. ആരോടും പകയോ വിദ്വേഷമോ ഒന്നും വെക്കാതെ, ആരോടും ഇടർച്ചയില്ലാതെ, ആരോടും പ്രശ്നത്തുരുങ്ങാതെ, കലക സൃഷ്ടിക്കാതെ, വാദപ്രതിവാദങ്ങൾക്ക് പോകാതെ, നിയമതന്ത്രങ്ങളിലൂടെ പോകാതെ നിങ്ങൾ ക്ഷമയോടെ കാത്തിരിക്കുകയാണെങ്കിൽ കർത്താവ് തീർച്ചയായും നിങ്ങളുടെ വിഷയത്തിനകത്ത് പ്രതിഫലം തരിക തന്നെ ചെയ്യും. ഹല്ലേലൂയ. അതുകൊണ്ടാണ് പരിശുദ്ധാത്മാവിൽ പ്രാർത്ഥിച്ചും നിത്യജീവനായി നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ കരുണയ്ക്കായി കാത്തിരുന്നുകൊണ്ട് ദൈവസ്നേഹത്തിൽ നിങ്ങളെ തന്നെ സൂക്ഷിച്ചുകൊള്ളുവിൻ. യൂദയുടെ ലേഖനത്തിൽ നമുക്ക് പറയുന്നത് കാണാൻ കഴിയും. ഹല്ലേലൂയ. യൂദയുടെ ലേഖനം നിങ്ങൾ വായിച്ച് വരണം. യൂദയുടെ ലേഖനം അല്ലെങ്കിൽ 1-ാം അധ്യായം, യൂദയ്ക്ക് ഒരു അധ്യായമേ ഉള്ളൂ. അതിന്റെ 21-ാമത്തെ വാക്യം പറയുന്നത് എന്താണ്? ഇനി 21-ാമത്തെ വാക്യം എന്ന് പറഞ്ഞാൽ 20-ാം വാക്യം തൊട്ട് ചേർത്ത് വായിക്കണം കേട്ടോ. പ്രിയമുള്ളവരെയും നിങ്ങളുടെ അതിവിശുദ്ധ വിശ്വാസത്തെ ആധാരമാക്കി നിങ്ങൾക്ക് തന്നെ ആത്മീയവർത്തന വരുത്തിയും പരിശുദ്ധാത്മാവിൽ പ്രാർത്ഥിച്ച് നിത്യജീവനായിട്ട് നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ കരുണയ്ക്കായി കാത്തിരുന്നുകൊണ്ട് ദൈവസ്നേഹത്തിൽ നിങ്ങളെ തന്നെ സൂക്ഷിച്ചു കൊള്ളുവീൻ. ഹല്ലേലൂയ. നമ്മൾ കർത്താവിന്റെ സന്നി കാത്തിരിക്കുന്ന യൂദയും പറയുക ഹല്ലേലൂയ എന്ന് പറഞ്ഞാൽ വിശ്വാസികളുടെ കർത്തവ്യത്തെക്കുറിച്ചും കടമയെക്കുറിച്ചുമാണ് ഇവിടെ യൂദ പറയുന്നത്. അതുകൊണ്ട് വളരെ ഗൗരവത്തോടും ശ്രദ്ധയോടും കൂടി ഈ ഭാഗം വായിച്ച് നിങ്ങൾ ദൈവസനെ നിങ്ങളെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കണം. ഹല്ലേലൂയ. നിങ്ങൾക്ക് തന്നെ ആത്മീയവർത്തന വരുത്തുക എന്നത് ഹല്ലേലൂയ, സ്തോത്രം, ഭവന നിർമ്മാണത്തോട് ബന്ധപ്പെടുത്തിയാണ് ഇവിടെ പറയുന്നത്. ക്രിസ്തീയ സഭ ജീവനുള്ള കല്ലുകളാണ്. ക്രിസ്തീയ സഭ ദൈവമക്കൾ ജീവനുള്ള കല്ലുകളാണ്. ഹല്ലേലൂയ. ആമേൻ. പണിയപ്പെട്ടുകൊണ്ടിരിക്കുന്ന, ജീവനുള്ള കല്ലുകളായി പണിയപ്പെട്ടുകൊണ്ടിരിക്കുന്ന ആത്മീയ മന്ദിരമാണ് ദൈവസഭ. ദൈവമക്കൾ ജീവനുള്ള കല്ലുകളായി പണിയപ്പെട്ടുകൊണ്ടിരിക്കുന്ന ആത്മീയ മന്ദിരങ്ങളാണ്. ഹല്ലേലൂയ, സ്തോത്രം. ഹല്ലേലൂയ. ആത്മീയ മന്ദിരമാണ്. അതാണ് ദൈവത്തിന്റെ വചനം നമ്മെ പഠിപ്പിക്കുന്നത്. ഹല്ലേലൂയ. അതുകൊണ്ട് എന്നെ കേൾക്കുന്നവർ, ഈ ആത്മീയ കെട്ടുപണി ശരിയായ നിലയിൽ പുരോഗമിക്കണമെങ്കിൽ വിശ്വാസികൾ തന്നെ സ്വയം ആത്മീയ വർധന വരുത്തിക്കൊണ്ടിരിക്കണം. നിങ്ങൾ ആത്മീയ മന്ദിരമായി, ആ ജീവനുള്ള കല്ലുകളായി ഈ പണിയിൽ നിങ്ങൾ മുന്നേറണമെങ്കിൽ നിങ്ങളിൽ തന്നെ ശോധന വരുത്തി നിങ്ങളുള്ള ദുഷ്പ്രവൃത്തിയെ മാറ്റിക്കളഞ്ഞ് നിങ്ങൾ സൗമ്യതയോടെ പണിയപ്പെടാൻ കർത്താവിന്റെ കരങ്ങൾ ഏൽപ്പിച്ചു കൊടുക്കുമ്പോഴാണ് നിങ്ങൾക്ക് സമാധാനം നയപ്പെടുന്നത്. അതുകൊണ്ട് നീ ആത്മീയ മന്ദിരമായി ഓരോ ദിവസവും പണിയപ്പെട്ടുകൊണ്ടിരിക്കണം. ഹല്ലേലൂയ, സ്തോത്രം. യാതൊരു ഇടർച്ചകൾക്കകത്തും, യാതൊരു പ്രശ്നത്തിനകത്തും നീ ചെന്ന് ചാടരുത്. ആരുടെയും വിഷയത്തിൽ നീ ചെന്ന് ചാടരുത്. നിനക്ക് ആവശ്യമില്ലാത്ത പ്രശ്നങ്ങളും നീ ചെവി കൊടുക്കരുത്. ആവശ്യമില്ലാത്ത വിഷയങ്ങൾക്കകത്ത് നീ കൈകടത്തരുത്. ആവശ്യമില്ലാത്ത സ്ഥലത്ത് നീ പോയി നിൽക്കരുത്. നിന്നെ ബാധിക്കാത്ത ഒരു പ്രശ്നങ്ങൾക്കകത്തും നീ ഇടപെടരുത്. ഇനി നിന്നെ ബാധിക്കുന്ന പ്രശ്നമാണെങ്കിലോ അത് നിനക്ക് അത് നിനക്ക് നിന്റെ ജീവിതം ഇറച്ചു വരുത്താതിരിക്കാൻ വേണ്ടി അവിടെ നിന്ന് നീ ഒഴിഞ്ഞു മാറി സൗമ്യതയോടെ നിന്നോണം കേട്ടോ. സൗമ്യതയോടെ നിൽക്കുന്നവർക്കാണ് ഭൂമിയെ കൈവശമാക്കാൻ കഴിയുന്നത്. ഹല്ലേലൂയ. അതുകൊണ്ടാണ് കർത്താവിന്റെ പാദത്തിൽ കാത്തിരുന്നു കൊണ്ട് ദൈവസ്നേഹത്തിൽ നിങ്ങളെ തന്നെ സൂക്ഷിച്ചുകൊള്ളുവിൻ യൂദ പറയുന്നത്. കർത്താവിന്റെ പാദത്തിൽ കാത്തിരിക്കുന്നവരോട് തീർച്ചയായും അവൻ ദയ കാണിക്കും. ഹല്ലേലൂയ. കർത്താവിന്റെ പാദത്തിൽ കാത്തിരിക്കുന്നവരോട് നമ്മുടെ കർത്താവ് തീർച്ചയായും ദയ കാണിക്കും. ഹല്ലേലൂയ. അപ്പൊ നമ്മുടെ യേശു സ്നേഹമുള്ളവനാണ്. കർത്താവ് സ്നേഹമുള്ളവനാണ്. സകല ജനത്തെ സ്നേഹിക്കുന്നു. പാപികളെ സ്നേഹിക്കുന്ന യേശു പാപത്തെ വെറുക്കുന്നു. ഹല്ലേലൂയ. നമ്മുടെ കർത്താവ് പാപികളെ സ്നേഹിക്കുന്നു, പാപത്തെ വെറുക്കുന്നു. ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന സഹോദര സഹോദരി, എന്നെ കേൾക്കുന്ന മാതാപിതാവി, നീ ഒരു പാപിയായി നിന്നെ കർത്താവ് സ്നേഹിക്കുന്നു. പക്ഷെ നിന്റെ പാപത്തെ കർത്താവ് വെറുക്കുന്നു. ഹല്ലേലൂയ. അതുകൊണ്ട് നിന്റെ ഉള്ളിലെ ദുഷ്പ്രവൃത്തി എന്ന് പറയുന്ന പാപം, ഹല്ലേലൂയ, ആ പാപത്തെ യേശു വെറുക്കുക. പക്ഷെ നിന്നെ യേശു സ്നേഹിക്കുന്നു.
അതുകൊണ്ട് നിന്റെ ഉള്ളിലെ ദുഷ്പ്രവൃത്തിയ പാപ സ്വഭാവം മാറ്റിവെച്ചിട്ട് നീ ദൈവത്തിലേക്ക് മടങ്ങി വന്നാൽ, യഹോവയെ പ്രത്യാശിക്കുന്നവളായി മാറിയാൽ നിനക്ക് ഭൂമിയെ കൈവശമാക്കാൻ കഴിയും. നിത്യതയിൽ നിങ്ങൾക്ക് ചെല്ലുവാൻ കഴിയും. അല്ലെങ്കിൽ നിത്യതയുടെ പടി പോലും നിങ്ങൾ കാണാൻ കഴിയില്ല കേട്ടോ. ഇന്ന് പകൽ ഈ ദൈവത്തിന്റെ വചനം കേൾക്കുന്ന മാതാപിതാവ്, ഇത് മാനസാന്തരപ്പെട്ട് മടങ്ങുക. യേശുവിന്റെ വരവേറ്റുവാസനമായി, കർത്താവിന്റെ വരവേറ്റുവാസനമായി, കാഹളം തൊലിക്കുക സമയമായി. ദൈവത്തിന്റെ സഭ മണവാട്ടി സമയം. ആമീൻ. ജീവനുള്ള കല്ലുകളായി പണിയപ്പെട്ടുകൊണ്ടിരിക്കുന്ന ആത്മീയ മന്ദിരമായിരിക്കുന്ന ദൈവത്തിന്റെ സഭ ഈ ഭൂമി നിരക്കപ്പെടാൻ സമയമായി. ഹല്ലേലൂയ. ആ ദൈവരാജ്യത്ത് നിനക്ക് കർത്താവിനോടുകൂടി നിത്യത മുഴുവൻ ചെലവഴിക്കണമെങ്കിൽ, കർത്താവ് യേശുക്രിസ്തുവിന്റെ 1000 ആണ്ട് വാഴ്ചയിൽ വിശുദ്ധന്മാരോടൊപ്പം നീ ഉണ്ടായിരിക്കണമെങ്കിൽ നിന്റെ ഉള്ളിലെ ദുഷ്പ്രവൃത്തിയെ മുഴുവൻ നീ നീക്കിക്കളയണം. ദുഷ്പ്രവൃത്തിയായിട്ട് നീ ജീവിച്ചാൽ നീ ഛേദിക്കപ്പെടും. ദുഷ്പ്രവൃത്തിയോടെ ജീവിച്ചാൽ നിന്റെ കുടുംബം ഛേദിക്കപ്പെടും. ദുഷ്പ്രവൃത്തിയോടെ ജീവിച്ചാൽ നീ തന്നെ തകർന്നു പോകാൻ സാധ്യതയുണ്ട്. മാനസാന്തരപ്പെട്ട് മടങ്ങി പോവാ. ഹല്ലേലൂയ. അതുകൊണ്ട് കർത്താവിന്റെ പാദം കാത്തിരുന്നുകൊണ്ട് നീ പ്രാർത്ഥിച്ച ദൈവത്തിന് ദയ കാണിക്കും. അതുകൊണ്ടാണ് 103 സങ്കീർത്തനം 8 വാക്യത്തിൽ ഇങ്ങനെ രേഖപ്പെടുത്തി വെച്ചിരിക്കുന്നു: യഹോവ കരുണയും കൃപയും നിറഞ്ഞവനാകുന്നു, ദീർഘക്ഷമയും മഹാദയയുള്ളവൻ. ഹല്ലേലൂയ. നമ്മുടെ കർത്താവ് ഹല്ലേലൂയ ആമേൻ സ്തോത്രം കരുണയും കൃപയും നിറഞ്ഞവനാ. ഹല്ലേലൂയ സ്തോത്രം. ദീർഘക്ഷമയും മഹാദയയുള്ളവനാ. അത് എന്നെ കേൾക്കുന്ന മാതാപിതാവി, നമ്മുടെ കർത്താവ് ആമേൻ സ്തോത്രം. ഹല്ലേലൂയ ആമേൻ സ്തോത്രം. ദീർഘക്ഷമയും മഹാദയയും കരുണയും കൃപയും നിറഞ്ഞത് കൊണ്ടാണ് ഇന്ന് നീ ഭൂമി ജീവിക്കുന്നത്. നീ ചെയ്തു കൂട്ടിയ ദുഷ്പ്രവൃത്തി, നീ ചെയ്തു കൂട്ടിയ ദുഷ്ടത, നീ ചെയ്തു കൂട്ടിയ തന്ത്രങ്ങളെല്ലാം ദൈവസന്നിധിയിൽ അവിടെ തെളിവായി നിൽക്കുമ്പോൾ ഇന്ന് നീ ജീവിക്കുന്നുണ്ടെങ്കിൽ കർത്താവിന്റെ ദീർഘക്ഷമയും ദയ, അവന്റെ കരുണയും കൃപയാണ് നീ നിൽക്കുന്നത്. നിന്റെ ജീവിതത്തിലെ സ്വഭാവം അനുസരിച്ച് ഒരിക്കൽ പോലും നീ ഭൂമിയിൽ നിൽക്കുവാൻ യോഗ്യതയില്ലാത്തവളായിരുന്നു. പക്ഷെ നീ ഇന്ന് ഇവിടെ നിൽക്കുന്നുണ്ടെങ്കിൽ ഓർത്തോണം, നമ്മുടെ ദൈവത്തിന്റെ മഹാദയും ദീർഘക്ഷമയുമാണ്. അതുകൊണ്ടാണ് വചനം പറയുന്നത്, ആമീൻ, ദുഷ്പ്രവർത്തിക്കാൽ ഛേദിക്കപ്പെടും, യഹോവയെ പ്രത്യാശിക്കുന്നൊരു ഭൂമിയെ കൈവശമാക്കും. അത് ഇന്ന് പകൽ നിങ്ങളുടെ ജീവിതത്തിലെ സകല ദുഷ്പ്രവൃത്തി നീക്കിക്കളഞ്ഞ് നിങ്ങൾ കർത്താവിന് വേണ്ടി ജീവിക്കണം. അല്ലെങ്കിൽ യേശു വരാൻ സമയമായി. നിന്റെ ജീവിതത്തിലെ, കുടുംബത്തിലെ, നിന്റെ പ്രവർത്തന മേഖലയിലെ, നീ ആയിരിക്കുന്ന എല്ലാ മേഖലയിലും നിന്റെ ഉള്ളിൽ ദുഷ്ടചിന്തകളോ ദുഷ്ടപ്രവൃത്തികളോ കടന്നു വരാതെ ദൈവരാജ്യത്തിന് വേണ്ടി നീ വിശുദ്ധനായി ജീവിക്കുന്നെങ്കിൽ, കർത്താവിന് വേണ്ടി നീ നിലകൊള്ളുന്നെങ്കിൽ നിനക്ക് പ്രത്യാശയോടെ സന്തോഷകരമായ ജീവിതം നയിക്കാൻ കഴിയും. നീ നഷ്ടപ്പെട്ടു പോകാതെ, നിനക്ക് നഷ്ടം വരാതെ, നിന്റെ ജീവിതത്തിൽ നഷ്ടം വരാതെ, നിന്റെ കുടുംബത്തിൽ നഷ്ടം വരാതെ, നിന്റെ സഹോദരങ്ങൾ നഷ്ടപ്പെട്ടു പോകാതെ, മാതാപിതാക്കൾ നഷ്ടപ്പെട്ടു പോകാതെ, നിന്റെ കുടുംബത്തിനൊക്കെ ധനാശുഖത്വം വരെ നരക സമാനമായ നിന്റെ കുടുംബം മാറാതെ നിന്റെ കുടുംബത്തെ സ്വർഗമാക്കി മാറ്റുവാൻ യേശുവിന് കഴിയും. നീ സൗമ്യതയോടെ കർത്താവിന് വേണ്ടി നിൽക്കണം. പ്രൈസലോ. അല്ലെങ്കിൽ സൗമ്യതയുള്ള ഭാഗ്യന്മാർ അവർ ഭൂമിയെ കൈവശമാക്കുന്ന യേശു തന്റെ ഗിരിപ്രഭാഷണത്തിൽ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഞങ്ങൾക്ക് ഇവിടെ പ്രാർത്ഥിക്കാൻ പോകുക. എന്നെ കേൾക്കുന്ന മാതാപിതാവി, എന്റെ ജീവിതത്തിലെ സകല ദുഷ്ടപ്രവൃത്തിയും വിട്ട് മാനസാന്തരപ്പെട്ട് മടങ്ങി വന്ന് കർത്താവിനെ സൗമ്യതയോടെ ഞങ്ങളുടെ ജീവിപ്പാൻ ആഗ്രഹിക്കുന്നു. ദുഷ്പ്രവർത്തിക്കാരോടൊപ്പം ഞാനും എന്റെ കുടുംബം ഛേദിക്കപ്പെട്ടു പോകാതെ സമാധാനത്തോടെ ഞങ്ങളുടെ സന്നിധി നിന്നുകൊണ്ട് കർത്താവിന്റെ വരവിൽ ഞങ്ങൾ വെടുക്കപ്പെട്ട വിശുദ്ധന്മാരുടെ 1000 ആണ്ട് വാഴ്ചയിൽ കാണുവാൻ നിത്യത മുഴുവൻ ചെലവഴിപ്പാൻ ഞാനും എന്റെ കുടുംബം ആഗ്രഹിക്കുന്നു. അതിനായി ഞങ്ങൾ സമർപ്പിക്കുന്നു. ഞങ്ങളുടെ സകല പാപങ്ങൾ ക്ഷമിച്ചു നൽകണമെന്ന് പറഞ്ഞ് എന്നോടൊപ്പം ചേർന്ന് പ്രാർത്ഥിച്ചായിട്ട് കണ്ണുകൾ അടച്ചായിട്ട് പരിശുദ്ധ ഞങ്ങളുടെ നല്ല ദൈവമേ സ്വർഗ്ഗ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തിനായി വചനം കേട്ടുകൊണ്ട് വലിയവരെയും ചെറിയവരെയും ഉള്ളിലോട്ട് കൊട്ടാരത്തിൽ വരെ പാർക്കുന്ന ജാതി മത വർഗ വർണ്ണ വ്യത്യാസമില്ലാതെ ലോക രാജ്യങ്ങൾ 7 ഭൂഖണ്ഡങ്ങളായി 800 കോടിയിലധികം ജനത്തെ തലമുറ കടത്തിപ്പെടാത്തവരെ ഞങ്ങളുടെ ഭാരതത്തിലെ 140 കോടിയിലും ജനത്തിനായി 6 ലക്ഷത്തിലധികം ഗ്രാമങ്ങളിൽ 21 സംസ്ഥാന 7 കേന്ദ്രപ്രദേശങ്ങളായി കേരളത്തിലെ 3.25 കോടി ജനങ്ങൾ തലമുറ കണ്ടെത്തപ്പെടാത്ത അന്യസ്ഥാനത്തുള്ള 14 ജില്ലകളിൽ 1446 വില്ലേജുകളായി ഈ ജനം പാർക്കുമ്പോൾ ജനത്തിന് മാനസാന്തരം കൊടുക്കണമേ. സകല ദുഷ്പ്രവൃത്തിയും വിട്ട് മടങ്ങി വന്ന് ജനം മാനസാന്തരം സൗകര്യമുള്ളവരെ തിരുവനന്തപുരം ദൈവങ്ങൾ ഏൽപ്പിക്കുന്നു. ഞങ്ങളുടെ വില്ലേജ്, പഞ്ചായത്ത്, മുനിസിപ്പാലിറ്റി, കോർപ്പറേഷൻ, താലൂക്ക്, ബ്ലോക്ക്, ജില്ലാ ഭരണ മേധാവി, സംസ്ഥാനങ്ങൾ, രാജ്യങ്ങൾ, രാഷ്ട്രങ്ങൾ ഭരിക്കുന്ന രാജാക്കന്മാർ, രാജ്യമാർ, പ്രധാനമന്ത്രി, പ്രസിഡന്റ്, ഗവർണർ, കർത്താവ്, പട്ടാള മേധാവികൾ, ഗോത്രങ്ങളെ, ദ്വീപുകളെ, ആദിവാസി ട്രൈബൽ മേഖല ഭരിക്കുന്ന ഒരു ജനതയും, കരസേന, വ്യോമസേന, നാവികസേന, അതിർത്തിവക്കം, BSSCR, ക്രമസമാധാന പാലകരെ, നിയമനിർമ്മാണ രംഗത്ത് നിൽക്കുന്നവരെ, രഹസ്യാന്വേഷണങ്ങളെ, പോലീസിന് വിവിധ സെക്ഷനുകൾ, ആർമിയുടെ ജുഡീഷ്യൽ വകുപ്പുകൾ, കരയിലും കടലിലും ആകാശമാർഗം വാഹനോടി വാഹനം സെയിൽസ് ചെയ്യുന്നവർ, അല്ലെങ്കിൽ കർത്താവ് കരയാമി കടലിലെ വാസ തീരദേശവാസികൾ, മത്സ്യബന്ധനം കടന്നുപോയിരിക്കുന്നവർ, കരികൾ കമ്പനി ഫാക്ടറി ജോലി ചെയ്യുന്നവർ, കൺസ്ട്രക്ഷൻ രംഗത്ത്, മോട്ടോർ രംഗത്ത്, യൂണിയൻ രംഗത്ത്,
കടത്ത് ടാക്സി ഡ്രൈവേഴ്സ് ലഹരി വാഹനം ഓടിക്കുന്നവരെ കർത്താവ് ക്ഷീര വ്യവസായികളെയും കാർഷിക മേഖലയിൽ ജോലി ചെയ്യുന്നവർ ചെറുതും വലുതല്ല വ്യാപാര വ്യവസായ വഴിയോര കച്ചവടക്കാരെ കർത്താവിന്റെ കരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിച്ചിരിക്കുവാൻ യുക്തിയുതം ദൈവമില്ല എന്ന് പറയുന്ന തീവ്രവാദം ഭീകരവാദം വർഗീയവാദികൾ മദ്യത്തിൽ മയക്കുപാൻസ് ലഹരിവന്ന് അടിമപ്പെട്ട് കിടക്കുന്നവർ സകല ദുർവ്വറപ്പിന് അശുദ്ധിക്കും വ്യഭിചാരത്തിലും അകപ്പെട്ട് കിടക്കുന്നവർ സകല വിഗ്രഹാരാധികളെയും ദൈവരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവ് സകല തന്ത്രങ്ങളും മെനയുന്ന എല്ലാ ദുഷ്പ്രവർത്തിക്കും എല്ലാ ഭരണവിദ്വേഷ പാർട്ടികളും മത സാമൂഹിക സംസ്കാര സംഘടന രംഗം ചരിത്ര മാധ്യമ മീഡിയ രംഗം നിൽക്കുന്ന എല്ലാവരും സയന്റിസ്റ്റുകൾ എഞ്ചിനീയർമാർ കർത്താവിയുടെ ഭരണപ്രദേശ പാർട്ടികളെല്ലാം ഞങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. കർത്താവി സ്തോത്രം നൽകിയ തലമുറകളെ ഓർത്ത് പ്രാർത്ഥിക്കും. എല്ലാവരും ദുഷ്പ്രവൃത്തി വിട്ട് മടങ്ങി വന്ന് സൗവിധിയോടെ കർത്താവിന്റെ വരവിനായി ഒരുക്കമുള്ളവരായി തീരുവാൻ ജനത്തെ ഞങ്ങളുടെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. കുടുംബത്തിനകത്ത് മാതാപിതാക്കൾ, മക്കൾ, മരുമക്കൾ, കൊച്ചുമക്കൾ അടക്കം എല്ലാവരും സമിതിയോടെ ജീവിക്കുവാൻ, കുടുംബ സന്തോഷമായി സമാധാനപരമായി തീരുവാൻ കഴിയുക. അതിരുതോണ്ടതിന് പിടിച്ചു വരയ്ക്കുന്ന മോഷ്ടാക്കാരും കൊള്ള പലിശക്കാരും സകല കളവ് ചെയ്യുന്ന സകല അശുദ്ധമായ ജീവിതം നയിക്കുന്നവർക്കും മാനസാന്തരം കൊടുക്കുന്നതായി അവർ സമിതിയോടെ മടങ്ങി വന്ന് കർത്താവിന് നിൽക്കുവാൻ സകല ദുർപ്രവൃത്തി മടങ്ങി വരും ദൈവങ്ങളെ ഏൽപ്പിക്കുന്നു. ദേശരാജ്യങ്ങളിൽ ജോലിക്കാൻ കടന്നുപോയി, പഠിക്കാൻ കടന്നുപോയി കുഞ്ഞുങ്ങൾ ജോലി ചെയ്യുന്ന കഷ്ടസഹി വിസാനഷ്ടം നടത്തിക്കൊടുന്നതിന് ഭാരപ്പെടം മടലായത് വേദന അനുഭവിക്കുന്നവർ, ആദ്യത്തെ മയക്ക് ലഹരി അടിപ്പെട്ടു പോയവർ, ജയിലിൽ കിടക്കുന്നവർ, ദേശപ്പീടെ എനിക്ക് ഞങ്ങളുടെ സൗകര്യമാർ എല്ലാം ഞങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. കർത്താവ് ഞങ്ങളുടെ തലമുറകൾക്ക് മടങ്ങി വരട്ടെ. ശൈശവത്തിൽ ബാല്യത്തിൽ കൗമാരി യുവനത്തിൽ വൃത്തിരേശം യാച റോപ്പണ ചുവളിൽ ജീവിത തടവറയിലായിരിക്കുന്നവർക്കെല്ലാം മാനസാന്തരം എല്ലാവരും ദുഷ്പ്രവൃത്തി മടങ്ങി വരുവാൻ ദൈവങ്ങളെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ്. സകലത്തിമേലും ദൈവനീതിയെ വെളിപ്പെടണമേ. കർത്താവ് ഭക്തിയുടെ വേഷം ധരിച്ചുകൊണ്ട് കർത്താവ് സകല ദുഷ്പ്രവൃത്തി ചെയ്യുന്നവരെ സന്ദർശിപ്പാൻ ദൈവരങ്ങൾ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ്. സകലത്തിമേലെ ദൈവനീതി വെളിപ്പെടണമേ. ഞങ്ങളുടെ വിദേശ പ്രവർത്തനം ദൈവമക്കൾ, ദൈവദാസന്മാർ, ദൈവജനത്തെ ദൈവങ്ങൾ ഏൽപ്പിച്ച് സൗമ്യതയോടെ ജീവിക്കുന്ന ദൈവമക്കളെ കർത്താവ് അനുഗ്രഹിക്കണമായി. അല്ലെങ്കിൽ അവരുടെ കുടുംബത്തിൽ തലമുറ സൂക്ഷിക്കണമേ. സുവിശേഷം ഉപദ്രവം, കഷ്ടം കടന്ന് പ്രതിസന്ധി കടന്നു വരുമ്പോൾ അവിടെ അതിന്റെ സൗമ്യതയോടെ കാണുവാനും കേൾക്കുവാനും ദുഷ്പ്രവർത്തിയോട് ഛേദിക്കുവാൻ, ദുഷ്പ്രവർത്തിക്കാർ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ, അവർ ഛേദിക്കപ്പെട്ട് നശിപ്പോകാൻ അവർക്ക് ജീവിതം പ്രാർത്ഥിക്കുന്ന തലമുറയെ ദിവസം എഴുന്നേൽപ്പിക്കണ്ടായി പ്രാർത്ഥിക്കുന്നു. സകല മുഖത്ത് എടുക്കണം യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ.